ഗുഡ് ഈവനിങ്. അപ്പോൾ എനിക്കൊരു എന്താണ് യൂട്യൂബുമായിട്ട് ഒരു 10 സെക്കൻഡ് ലാഗുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആദ്യത്തെ ഉള്ള കുറച്ച് സമയം. ഓക്കെ, സൗണ്ട് ഒക്കെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ചാറ്റ് ബോക്സിൽ. ക്ലിയർ അല്ലേ? സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. വേഗം റെസ്പോണ്ട് ചെയ്യും, വേഗം ആവട്ടെ. ഓക്കെ ടീന, ഓക്കെ ക്ലിയർ സാർ. ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയർ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ലൈവ് ഓൺ യൂട്യൂബാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. അതിൽ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് സോൾഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സോൾഡ് സ്റ്റേറ്റിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഞാനിവിടെ കാണിക്കുന്നുണ്ടാവും, നമുക്ക് ആൻസർ പറയാം. എത്രയും വേഗം തന്നെ എന്താണ് ആൻസർ പറയാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ? ഓക്കെ, ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ എങ്കിലേ എനിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടത്തുള്ളൂ. കാരണം എന്താണ് നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ സൗണ്ടൊന്നും കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ആ സൈഡിലാണ് സ്ക്രീൻ, യൂട്യൂബിൻ്റെ ലൈവ് പോകുന്ന സ്ക്രീൻ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പസമയം ഞാൻ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടാവും. നമുക്ക് തുടങ്ങാമല്ലോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഹാസ് ദ ഡയമെൻഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഹാസ് ദ ഡയമെൻഷൻസ്. ഈ ക്വസ്റ്റ്യൻ പ്യുവർലി ഫ്രം NCERT ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹൈഡ്രൽ. ആ 7 ക്രിസ്റ്റൽ സിസ്റ്റം പഠിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻ്റർഫേഷ്യൽ ആംഗിൾസ്, അതുപോലെ ആക്സിയൽ ഡിസ്റ്റൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആക്സിയൽ ഡിസ്റ്റൻസ് എയും ബിയും സിയും, അതുപോലെ ഇൻ്റർഫേഷ്യൽ ആംഗിൾസ് ആൽഫയും ബീറ്റയും ഗാമയും. അതോടൊപ്പം തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന ടാബുലാർ കോളത്തിൽ തന്നെ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിനും എക്സാമ്പിളുകളും കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നീറ്റ് എക്സാമിനേഷന് NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ചോദിക്കാനുള്ള ഒരുപാട് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ടാബുലാർ കോളംസ് എല്ലാം കവർ ചെയ്യണം. അപ്പോൾ ഈ ടാബുലാർ കോളത്തിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഏത് ക്രിസ്റ്റൽ സിസ്റ്റം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇത് ഇട്ടുകൊണ്ടിരിക്കാം. പിന്നെ എന്താണ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടാവും. കാരണം ലാഗ് ഉള്ളത് കൊണ്ട് എനിക്ക് കംഫർട്ടബിൾ അല്ല. കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ശരി, ആയിക്കോട്ടെ. എന്താണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഏത് ക്രിസ്റ്റൽ സിസ്റ്റം എന്നാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഓക്കെ, നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്,
ഹെക്സഗണൽ റോംബോഹീഡ്രൽ. ഓക്കെ, CTOMTHR, അല്ലെങ്കിൽ നമ്മൾ സി ടോം തൃശ്ശൂർ എന്നൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കാം. എങ്ങനെയെങ്കിലും സി ടോം തൃശ്ശൂരോ തിരുവനന്തപുരമോ എന്തെങ്കിലും ഓർത്താൽ മതി. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റർഫേഷ്യൽ ആംഗിൾസും അതുപോലെ എന്താണ് ആക്സൽ ഡിസ്റ്റൻസ് ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്രൈക്ലിനിക്കാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. എന്താ ട്രൈക്ലിനിക്കിൻ്റെ പ്രത്യേകത? ട്രൈക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ട്രൈക്ലിനിക് ഈസ് ദ മോസ്റ്റ് അൺസിമെട്രിക് സിസ്റ്റം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ട്രൈക്ലിനിക് ഈസ് ദ മോസ്റ്റ് അൺസിമെട്രിക് സിസ്റ്റം എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് ഇൻ്റർഫേഷ്യൽ ആംഗിൾസും അതുപോലെ തന്നെ ആക്സിയൽ ഡിസ്റ്റൻസും എഴുതാൻ പറ്റും. ആക്സിയൽ ഡിസ്റ്റൻസ് ഏതൊക്കെയാണ് ഉള്ളത്? ആക്സിയൽ ഡിസ്റ്റൻസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇത് മോസ്റ്റ് അൺസിമെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരിടത്തും സിമട്രി ഇല്ല. അപ്പോൾ എല്ലാം നോട്ട് ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, അതുപോലെ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് ആക്ച്വലി ട്രൈക്ലിനിക്കിൻ്റെ ആക്സിയൽ ഡിസ്റ്റൻസും ഇൻ്റർഫേഷ്യൽ ആംഗിളും. ആ ട്രൈക്ലിനിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് K2CR207. അതുകൊണ്ടാണ് ഞാൻ K2CR207 സെലക്ട് ചെയ്തത്. K2CR207 സെലക്ട് ചെയ്യാൻ ഒരു റീസണും കൂടെ എനിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ K2CR207 D&F ബ്ലോക്ക് എലമെൻറ്റിൽ പഠിക്കാനുള്ള ഒരു ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് എൻട്രൻസിന് അത് ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണെന്നും അതിൻ്റെ ഇൻ്റർഫേഷ്യൽ ആംഗിൾസും ആക്സിയൽ ഡിസ്റ്റൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ക്യൂബിക് മുതൽ റോംബോഹീഡ്രൽ വരെയുള്ള ഓരോ ആൾക്കാരുടെയും നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്തിരിക്കാം. അപ്പോൾ ഈ ഒരു മണിക്കൂർ ഒരു പക്ഷേ അതിനുവേണ്ടി ഞാൻ ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഡിസ്കഷൻസിലേക്ക് പോകുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഹാസ് ദ ഡൈമെൻഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ട്രൈക്ലിനിക് ആണ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയും. എത്രയും വേഗം പറഞ്ഞേക്കൂ. ഞാൻ നിങ്ങളുടെ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്, ഒന്ന് പറയാം. ഓക്കെ, അതിന് മുൻപ് തന്നെ ഓക്കെ, ഓപ്ഷൻ സി ടെസ്റ്റ് റിവിച്ചു, ഓപ്ഷൻ സി ഗായത്രി ട്രൈക്ലിനിക് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുൽ ഓപ്ഷൻ സി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ പോകുമ്പോൾ നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ? ഗ്രാഫൈറ്റ് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും ആ സെയിം ടാബുലാർ കോളത്തിൽ നിന്നാണ് സാർ എടുത്തിരിക്കുന്നത്. സെയിം ടാബുലാർ കോളം. ഗ്രാഫൈറ്റ് ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണ്? ഡയമണ്ട് ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണ്? ഗ്രാഫൈറ്റ് ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണ്? അതുപോലെ ഈ പറഞ്ഞ K2CR207 ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണ്? കാൽഷ്യം കാർബണേറ്റ് അഥവാ കാൽസൈറ്റ്, ഈ കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു ക്രിസ്റ്റലൈൻ ഫോമാണ് കാൽസൈറ്റ്. ആ കാൽസൈറ്റ് ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണ് എന്നൊക്കെ എൻട്രൻസിന് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഈ ടാബുലാർ കോളത്തിലുള്ള എല്ലാ എക്സാമ്പിളുകളും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് കണ്ടുപിടിക്കാനുള്ള ഐഡിയയും ഷോർട്ട് കട്ടും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോറി, ഗ്രാഫൈറ്റ് ബിലോങ്സ് ടു ഏത് ക്രിസ്റ്റൽ സിസ്റ്റമാണ്? നിങ്ങളുടെ ആൻസറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി എന്ന് ഗായത്രി, ലക്ഷ്മി, മിന്നു, ഓക്കെ, നന്ദന, അലീന ഒക്കെ ഓപ്ഷൻ ഡി ഗായത്രി. ടെട്രഗണൽ ആണോ? ടെട്രഗണൽ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട്. ഗ്രാഫൈറ്റ്, ഡയമണ്ട് ബിലോങ്സ് ടു ക്യൂബിക് സിസ്റ്റം ആൻഡ് ഗ്രാഫൈറ്റ് ബിലോങ്സ് ടു ഹെക്സഗണൽ സിസ്റ്റം. അത് ഓർക്കാനും എളുപ്പമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗ്രാഫൈറ്റ് പഠിച്ചിട്ടുണ്ട്. ഗ്രാഫൈറ്റിന് ഹെക്സഗണൽ സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട. അതിന് ഹെക്സഗണൽ സിസ്റ്റം, ക്രിസ്റ്റൽ സിസ്റ്റം ചോദിക്കുമ്പോൾ ഹെക്സഗണൽ സിസ്റ്റമാണ് എഴുതേണ്ടത്. സോ ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ്. ഒരുപാട് പേര് ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം ഞാൻ കംഫർട്ടബിൾ ആയി തുടങ്ങി കേട്ടോ. ഓക്കെ, നിങ്ങൾ പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിക്കോളൂ. ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് ആർ ദെയർ
in a cube എന്നാണ്. In a cube based unit cell having one atom on each corner and two atoms on each body diagonal of the cube. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വായിക്കുവാണ്. How many number of atoms are there in a cube based unit cell having one atom on each corner and two atoms on each body diagonal of the cube? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരൂ. ഓക്കെ, അപ്പോൾ സാർ അടുത്ത പേജിലേക്ക് പോകുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ പറയാൻ പറ്റും. നിങ്ങൾ ബോർഡ് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ സാർ ഇവിടെ ഒരു ക്യൂബ് വരച്ചിട്ടുണ്ട്, ഒരു ക്യൂബ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് ആർ ദെയർ ഇൻ എ ക്യൂബ് ബേസ്ഡ് യൂണിറ്റ് സെൽ ഹാവിങ് വൺ ആറ്റം ഓൺ ഈച്ച് കോർണർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എല്ലാ കോർണറിലും ഓരോ ആറ്റങ്ങൾ വീതമുണ്ട്. ഒരു കോർണറിൽ ഒരാറ്റം മാത്രമേ ഒരാറ്റം ഉണ്ടെങ്കിലും ഒരു കോർണറിൽ ആ ഒരാറ്റത്തിന്റെ എത്രയാണ് ആ യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? സോ വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് an atom in a corner? The contribution of an atom in a corner is only 1/8 അല്ലേ മക്കളെ? കോർണറിൽ ഒരു എന്താണ് പാർട്ടിക്കിൾ അവിടെ ഇരിപ്പുണ്ടെങ്കിലും അതിൻ്റെ 1/8 മാത്രമാണ് ഒരു യൂണിറ്റ് സെല്ലിന് അവൈലബിൾ. അത് നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ എനിക്ക് ചില വേറെ കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇവിടെ വന്നേ, ഇവിടെ നോക്കിക്കോളൂ. ഓക്കെ, ഇവിടെ ഈ പുറകിൽ നിന്ന് സാർ ഈ മുന്നിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ, ഓക്കെ, ഇതാണ് ബോഡി ഡയഗണൽ. ബോഡിയുടെ സെന്ററിലൂടെ പുറകിൽ നിന്ന് മുന്നിലേക്ക് ഞാൻ വരച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ നിന്ന് ഈ സെന്ററിലൂടെ എനിക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഇത് രണ്ടാമത്തെ ബോഡി ഡയഗണൽ. മേളിൽ നിന്ന് ബോഡി സെന്ററിലൂടെ ഇങ്ങ് പുറകിലേക്ക് വരയ്ക്കാം. അത് മൂന്നാമത്തെ ബോഡി ഡയഗണൽ. മുൻപിൽ നിന്ന് ബോഡി സെന്ററിലൂടെ പുറകിലേക്ക് വരയ്ക്കാം. അങ്ങനെ ഓരോ ക്യൂബ് എടുത്താലും ഓരോ ക്യൂബിനും 4 ബോഡി ഡയഗണൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ഒരു ക്യൂബിന് 4 ബോഡി ഡയഗണൽ. ഈ ബോഡി ഡയഗണലിലാണ് എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ വായിച്ചിട്ട് വരാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് 2 atoms ഓൺ ഈച്ച് ബോഡി ഡയഗണൽ എന്നാണ്. ഓക്കെ, വെരി ഗുഡ്. സോ വന്നോളൂ. ഈച്ച് ആറ്റം ഓൺ 2 atoms ഓൺ ഈച്ച് ബോഡി ഡയഗണൽ. ഇതൊരു ബോഡി ഡയഗണലാണ്. അതിൽ 2 പാർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ ഇതൊരു ബോഡി ഡയഗണലാണ്, അതിൽ 2 പാർട്ടിക്കിൾ ഉണ്ട്. അതുപോലെ ഇതൊരു ബോഡി ഡയഗണൽ, അതിൽ 2 പാർട്ടിക്കിൾ. ഇതൊരു ബോഡി ഡയഗണൽ, അതിൽ 2 പാർട്ടിക്കിൾ. അങ്ങനെ 4 ബോഡി ഡയഗണലുകൾ. ഓരോ ബോഡി ഡയഗണലിലും 2 പാർട്ടിക്കിൾ വീതമുണ്ട്. അപ്പൊ മൊത്തം പാർട്ടിക്കിളിന്റെ എണ്ണം എന്താണ്? 4 ബോഡി ഡയഗണൽ, 2 പാർട്ടിക്കിൾ വീതം. അപ്പൊ 8 പാർട്ടിക്കിളായി. അപ്പൊ ബോഡി ഡയഗണലിൽ മാത്രം 8 പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു കോർണറിൽ 1/8 ഉണ്ട്. അങ്ങനെ 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ 1/8 × 8. സോ 8 + 1 = എത്രയാടാ? 9. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹൗ മെനി ആറ്റംസ്. ഓക്കെ, അപ്പം ഞാൻ തിരിച്ച് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ആൻസർ പറഞ്ഞോ? എൻ്റെ ആൻസർ പറഞ്ഞോ? യെസ്, ഓക്കെ, ഓപ്ഷൻ ഡി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് ആർ ദെയർ ഇൻ എ ക്യൂബ് ബേസ്ഡ് യൂണിറ്റ് സെൽ ഹാവിങ് 1 atom ഓൺ ഈച്ച് കോർണർ ആൻഡ് 2 atoms ഓൺ ഈച്ച് ബോഡി ഡയഗണൽ ഓഫ് ദ ക്യൂബ് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആൻസർ 9 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആണെങ്കിൽ എസ് ആർ എന്നൊക്കെ പറയാം. അപ്പം എനിക്കൊരു എന്താണ് ആവേശം കിട്ടും. ഓക്കെ, ശ്രീലക്ഷ്മി, ശ്രീവിച്ചു, അനീറ്റ, നന്ദന ഒക്കെ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. സോ അത് എന്താണ് ലാഗ് എങ്ങനെയെങ്കിലും കുറച്ച് വെക്കണം. അതിന് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഗായത്രി ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി, സാർ മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ശരി. ഓക്കെ, യെസ് സാർ, ഞാൻ കണ്ടു. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. യെസ്, ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ നമുക്കത് അടുത്ത പേജിൽ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 4? ദ എഡ്ജ് ലെങ്ത് ഓഫ് എ BCC crystal is 400 picometer. The radius of the atom will be എന്നാണ് ക്വസ്റ്റ്യൻ. The edge length of a BCC crystal is 400 picometer. The radius of the atom will be എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ റേഡിയസും
എഡ്ജ് ലെങ്തും തമ്മിൽ എന്താണ് ബന്ധം? BCC ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നമ്മൾ പഠിച്ചതൊക്കെ. ഓക്കെ, നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മയുള്ളവർക്കൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചാറ്റിൽ പറയാം. ഓക്കെ, ഇപ്പോൾ സാർ ഇടയ്ക്ക് നോക്കിക്കോളാം. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത? സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ 2r is equal to a എന്ന് ഓർത്താൽ മതി. 2r is equal to a. അതുപോലെ BCC ആണെങ്കിൽ 4r is equal to √3a എന്ന് ഓർത്താൽ മതി. അതുപോലെ FCC ആണെങ്കിൽ 4r is equal to √2a. ഇതൊക്കെ ഡിറൈവ് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ ഇത് അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ ക്വസ്റ്റ്യനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ദ എഡ്ജ് ലെങ്ത് ഓഫ് എ BCC ക്രിസ്റ്റൽ ഈസ് 400 പൈക്കോമീറ്റർ. അപ്പോൾ എൻ്റെ വശമുള്ളത് BCC ആണ്. അതിൻ്റെ എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, അത് 400 പൈക്കോമീറ്റർ ആണ്. എങ്കിൽ റേഡിയസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദാ ഇവിടെ നോക്കും. 4r is equal to √3a. 4r is equal to √3a. അപ്പോൾ ആരാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്? സോ √3a ഡിവൈഡഡ് ബൈ 4. √3 എന്ന് പറഞ്ഞാൽ 1.73 നിങ്ങൾക്കറിയാം. ഇൻറ്റു എ എഡ്ജ് ലെങ്ത് ആണ്. ദാ ഇവിടെ നോക്കൂ, എഡ്ജ് ലെങ്ത് തന്നിട്ടുള്ളത് 400 പൈക്കോമീറ്റർ ആണ്. സോ യു ക്യാൻ റൈറ്റ് 400 പൈക്കോമീറ്റർ ഹിയർ ഡിവൈഡഡ് ബൈ 4. സോ വെരി സിമ്പിൾ ആണ്. ഈസി ആയിട്ട് കട്ട് ചെയ്യാം. എന്നാലും ഞാൻ നിങ്ങളുടെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ എന്ന് ചാറ്റിലിടാം. ഓക്കെ, എത്രയും വേഗാവട്ടെ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മിന്നു ഓപ്ഷൻ ബി, ഗായത്രി ഓപ്ഷൻ ബി, നന്ദന ഓപ്ഷൻ ബി, അനീറ്റ ജോൺ ഓപ്ഷൻ ബി. ഓക്കെ, ബാക്കിയുള്ളവർക്ക് പറയാം. വേഗാവട്ടെ. ഓക്കെ, അതുൽ ഓപ്ഷൻ ബി. ഓക്കെ, ശ്രീവിച്ചു ഓപ്ഷൻ ബി, കീർത്തന വിനോദ് ഓപ്ഷൻ ബി. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം ഞാൻ മുന്നോട്ട് പോകുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഗൗരി ഓപ്ഷൻ ബി, വൈഷ്ണവി ഓപ്ഷൻ ബി. ഓക്കെ, വെരി ഗുഡ്. സോ ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. സോ വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5? സോഡിയം crystallizes in BCC structure having an edge length of 400 picometer. The theoretical density will be. The sodium crystallizes in BCC structure having an edge length 400 picometer. The theoretical density will be എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ വെരി സിമ്പിൾ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡെൻസിറ്റി. സോഡിയം ഉണ്ട്, അതുപോലെ എഡ്ജ് ലെങ്ത് ഇത് ഈ ക്വസ്റ്റ്യനിലും 400 തന്നെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. വരൂ. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പോയാൽ സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡെൻസിറ്റി? റോ ഈസ് ഈക്വൽ ടു Z ഇൻറ്റു M ഡിവൈഡഡ് ബൈ A ക്യൂബ് NA. ഇതാണ് നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു വെച്ചിരിക്കുന്ന ഐഡിയ. സോ വെരി സിമ്പിൾ. റോ ഈസ് ഈക്വൽ ടു, സോ വാട്ട് ഈസ് Z? നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയി മക്കളെ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? BCC ആണ്. അപ്പോൾ BCCയുടെ Z എത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? സിമ്പിൾ ക്യൂബിന്റെ Z 1, BCCയുടെ Z 2, FCCയുടെ Z 4, HCPയുടെ Z 6 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇസഡിന്റെ വാല്യൂ 2 ആണ്. എന്തുകൊണ്ട് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BCC ആയതുകൊണ്ടാണ്. ഓക്കെ, ഇൻറ്റു M എന്താ? അറ്റോമിക് മാസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആരെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? സോഡിയം ക്രിസ്റ്റലൈസസ് എന്നാണ്. അപ്പോൾ സോഡിയം ക്രിസ്റ്റലൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് സോഡിയം? സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. 23 gram per mole ആണ്. ഡിവൈഡഡ് ബൈ എഡ്ജ് ലെങ്ത് A ക്യൂബ് വേണം. അപ്പോൾ A ഉണ്ടോ എന്ന് നോക്കാം. A 400 പൈക്കോമീറ്റർ ആണ്. സോ 400 ഇൻറ്റു 10⁻⁻10 എന്ന് എഴുതി ദ ഹോൾ ക്യൂബ്. പൈക്കോമീറ്റർ 10⁻⁻12 ആണ്. പക്ഷെ ഞാൻ 10⁻⁻10 എഴുതിയിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഈ ഓപ്ഷൻസിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് gram per centimeter ക്യൂബിലാണ്. അതുകൊണ്ടാണ് മുകളിൽ
അറ്റോമിക് മാസസ് ആർ ഗ്രാം അറ്റോമിക് മാസ് ആക്കി എഴുതിയിരിക്കുന്നത്, താഴെ എന്താണ് സെന്റിമീറ്ററിലാക്കി എഴുതിയിരിക്കുന്നത്, മീറ്ററിലേക്ക് പോകാതെ. നിങ്ങൾക്കറിയാം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്താണ് NA അവഗാഡ്രോ നമ്പർ, അത് 6 × 10⁻23 എന്ന് എടുത്താൽ മതിയാവും. 6.02 × 10⁻23. നമ്മൾ എൻട്രൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ സിമ്പിളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 2 × 23 / 400 × 10⁻³ the whole cube into 6 × 10⁻23. So your time starts now. You will have maximum 30 to 40 seconds. എത്രയും വേഗം ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എത്രയും വേഗം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ റോ = Z × M / A³ NA. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, എത്രയും വേഗം നിങ്ങൾ ചെയ്യുന്നു, ആൻസർ പറയുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ചാറ്റ് വന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ യെസ്, ഓക്കെ, എത്രയും വേഗം ചെയ്ത് ആൻസർ പറയൂ. സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു, എത്രയും വേഗം ചെയ്യണം. ഓക്കെ, Z × M / A³ NA. വേഗം വേഗം ആവട്ടെ. ആൻസേഴ്സ് ഇതുവരെ ആരും വിട്ടില്ലല്ലോ. ഓക്കെ, ഡെൻസിറ്റിയുടെ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഡെൻസിറ്റി ഈ ചാപ്റ്ററിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ എക്സാം ചോദിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. കാരണം എല്ലാവരും ഇപ്പോൾ ബോർഡ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും റോ = Z × M / A³ NA പഠിച്ചു വയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വേഗാവട്ടെ. മിന്നു ഓപ്ഷൻ 1. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ 1. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയവരുണ്ട്. ഓപ്ഷൻ 1. ഇനി ഒരുപാട് വൈകാൻ വേണ്ടി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് വേഗം ചെയ്യണം. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻസ് അതുൽ ഓപ്ഷൻ 1. ഓക്കെ, ആയിക്കോട്ടെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നോക്കിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 6? The number of unit cells present in 2 gram of gold is 1.53 × 10⁻21. The lattice of gold is എന്നാണ് ക്വസ്റ്റ്യൻ. 2 gram of gold, അറ്റോമിക് വെയിറ്റ് 197 തന്നിട്ടുണ്ട്. അതുപോലെ അതിലുള്ള നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് തന്നിട്ടുണ്ട് 1.53 × 10⁻21. The lattice of gold is. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 1000 സിമ്പിൾ ക്യൂബ് ഉണ്ട്. മീൻസ് 1000 യൂണിറ്റ് സെൽസ് ഓഫ് സിമ്പിൾ ക്യൂബ് ഉണ്ട്. ഹൗ മെനി പാർട്ടിക്കിൾസ് ആർ ദെയർ? ഒരു സിമ്പിൾ ക്യൂബിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ 1000 ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണവും 1000 ആയിരിക്കും. അതുപോലെ എൻ്റെ വശം 1000 BCC ഉണ്ടെങ്കിൽ അതിൽ 2000 പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? BCCയിൽ ഓരോ BCCയിലും 2 പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ 1000 BCCയിൽ 2000 പാർട്ടിക്കിൾ ഉണ്ടാവും. അതുപോലെ FCCയിലാണെങ്കിൽ ഓരോ FCCയിലും 4 പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ 1000 FCCയിൽ 4000 ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? The number of unit cell present in 2 gram of gold തന്നിട്ടുണ്ട്. The lattice of gold, ഏത് ലാറ്റിസ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചൊന്നുകൂടെ പറയുന്നു. എൻ്റെ കൈവശം 100 യൂണിറ്റ് സെൽസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് 400 പാർട്ടിക്കിൾസ് ഉണ്ട്. ഏത് ലാറ്റിസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 യൂണിറ്റ് സെല്ലേ ഉള്ളൂ, 400 പാർട്ടിക്കിൾസ് ഉണ്ട്. സോ നോ ഡൗട്ട്
400 ഡിവൈഡ് ബൈ 100 അത് 4 എന്ന് കിട്ടും. അങ്ങനെ 4 എന്ന് കിട്ടിയാൽ ഓരോ യൂണിറ്റ് സെല്ലിൽ 4 പാർട്ടിക്കിൾ ഉള്ളത് FCC ആണ്. അപ്പോൾ FCC ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എൻ്റെ വശം 100 യൂണിറ്റ് സെല്ലുണ്ട്, 200 പാർട്ടിക്കിൾസ് ഉണ്ടെന്നിരിക്കട്ടെ എങ്കിൽ 200 ഡിവൈഡ് ബൈ 100 2 എന്ന് കിട്ടും എങ്കിൽ നിങ്ങൾക്ക് BCC ആണെന്ന് പറയാം. എൻ്റെ വശം 100 പാർട്ടിക്കിൾസ് ഉണ്ട്, 100 യൂണിറ്റ് സെൽസും ഉണ്ട് എങ്കിൽ 100 ബൈ 100 1 ആണ് കിട്ടുക എങ്കിൽ സിമ്പിൾ ക്യൂബ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലാറ്റിസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി നമ്പർ ഓഫ്, അതിന് പകരം ഞാൻ എന്താണ് ഇസഡ് എന്ന് എഴുതാം. ഇസഡ് കണ്ടുപിടിക്കുമ്പോഴാണല്ലോ നമുക്ക് ലാറ്റിസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇസഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുക്കണം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് എടുക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമ്പർ ഓഫ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോറി, നമ്പർ അല്ല, ലാറ്റിസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇസഡ് കണ്ടുപിടിക്കാൻ പറ്റും. Z1 എന്ന് കിട്ടിയാൽ സിമ്പിൾ ക്യൂബ്, Z2 എന്ന് കിട്ടിയാൽ BCC, Z4 എന്ന് കിട്ടിയാൽ FCC. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് ഉള്ളത്? ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്. 2 ഗ്രാം ഗോൾഡ് ഉണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ഞാൻ ബോർഡിൽ നിന്ന് എഴുതിക്കോട്ടെ, ഞാൻ തിരിച്ചു വരാം. 2 ഗ്രാം ഗോൾഡ് ഉണ്ട്. അതിലുള്ള പാർട്ടിക്കിളിൻ്റെ എണ്ണവും തന്നിട്ടുണ്ട്. എത്ര പാർട്ടിക്കിളാണ്? 1.53 ഇൻറ്റു 10⁻²1. അത് പാർട്ടിക്കിളിൻ്റെ എണ്ണമല്ല, അത് നമ്പർ ഓഫ് യൂണിറ്റ് സെൽസിൻ്റെ എണ്ണമാണ്. നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ്. ഓക്കെ, ആയിക്കോട്ടെ, നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ്. ഓക്കെ, ഇനി ഒന്ന് വന്നേ, ഞാൻ ബോർഡിൽ ഇത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് ആണ് നിങ്ങൾക്ക് ഇസഡ് കണ്ടുപിടിക്കാനുള്ള ഐഡിയ. അതിൽ നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് നിങ്ങൾക്ക് അറിയാം 1.53 ഇൻറ്റു 10⁻21. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടെ വേണം. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ കണ്ടുപിടിക്കും? ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് ഗോൾഡ്? 197 ആണ് അറ്റോമിക് മാസ് ഓഫ് ഗോൾഡ്. 197 ഗ്രാം ഗോൾഡ് നിങ്ങൾ എടുത്താൽ അതിൽ 6.02, നമുക്ക് 6 പോയിന്റ് ഒന്നും വേണ്ട, 6 എന്ന് മതി, 6 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾ കാണും. അങ്ങനെയാണെങ്കിൽ 2 ഗ്രാം ഗോൾഡ് എടുത്താൽ എത്ര പാർട്ടിക്കിൾ കാണും? 6 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ അങ്ങനെ എഴുതാം. ഞാൻ ജസ്റ്റ് നിങ്ങൾ എളുപ്പത്തിന് ഇവിടെ എക്സ് എന്ന് എഴുതാം. അങ്ങനെ എക്സിനോട് എന്ത് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ഈക്വേറ്റ് ചെയ്യുക. അപ്പോൾ 197 എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 ഇൻറ്റു 10⁻23. അങ്ങനെയാണെങ്കിൽ എന്താണ് 1x എത്ര മീൻസ് 2 ഗ്രാമിൽ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 ഇൻറ്റു ഇത് ഇൻറ്റു. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 197. ഇത് കണ്ടുപിടിക്കുക. ഇതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ വയ്ക്കുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇസഡ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മനസ്സിലായി എന്ന് സാർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്വസ്റ്റനിൽ തന്നിട്ടില്ല. ക്വസ്റ്റനിൽ നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് തന്നിട്ടുണ്ട്. അതും 2 ഗ്രാമിലുള്ള യൂണിറ്റ് സെൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഗ്രാമിലുള്ള യൂണിറ്റ് സെൽസ് ഇവിടെ ഇട്ടു. പിന്നെ എനിക്കറിയാം അറ്റോമിക് മാസ് ഓഫ് ഗോൾഡ് 197 ആണ്. ആ 197ൽ 6 ഇൻറ്റു 10⁻23 ഉണ്ട് എങ്കിൽ 2 ഗ്രാമിൽ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതാണ് അവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതിടുക, ഇതിടുക, എന്നിട്ട് ചെയ്തെടുക്കുക. എത്രയും വേഗം ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ആൻസർ കേൾക്കാൻ വേണ്ടിയിട്ട്. സോ എത്രയും വേഗം ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം. Yes, Gayatri, answer FCC. Okay, right answer. Answer FCC, right answer. Okay. റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താണ് മറ്റുള്ളവർക്ക് ഇത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യകതയില്ല അല്ലേ? FCC. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇത് യൂട്യൂബിലായതുകൊണ്ട് മനസ്സിലാകാത്ത ഡിഫിക്കൽട്ടി ഉണ്ടോ? മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? നന്ദന ശശികുമാർ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആയിരുന്നു FCC. ഓക്കെ,
യെസ്, അനീറ്റ ഓപ്ഷൻ ബി കിട്ടിയിട്ടുണ്ട്. പിന്നെ ശരി, മനസ്സിലായില്ലേ? വേഗം വേഗാവട്ടെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ, ശരി, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മൾ പോകുന്നു. ഈ ക്വസ്റ്റ്യൻ പെർഫെക്റ്റ്ലി NCERT അല്ല. NCERT ഇല്ലാത്ത ഒരു ചെറിയ പോയിന്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. PF എന്ന് അവിടെ കാണുന്നത് പാക്കിംഗ് ഫ്രാക്ഷൻ ആണ്. പാക്കിംഗ് ഫ്രാക്ഷൻ. അപ്പോൾ പാക്കിംഗ് ഫ്രാക്ഷനും പാക്കിംഗ് എഫിഷ്യൻസിയും ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സിമ്പിൾ ക്യൂബിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ, BCCയുടെ പാക്കിംഗ് ഫ്രാക്ഷൻ, FCCയുടെ പാക്കിംഗ് ഫ്രാക്ഷൻ. ഒരു ക്ലൂ മാത്രം ഞാൻ തരുന്നു. ഡയമണ്ട് ആക്ച്വലി ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. ഡയമണ്ടിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് BCCയുടെ പാക്കിംഗ് ഫ്രാക്ഷൻ്റെ ഹാഫാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഡയമണ്ട് നേരത്തെയൊക്കെ ISC സ്റ്റുഡൻസിന് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് അവർക്ക് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. NCERT തന്നെയാണ്, ആ സിലബസ് തന്നെയാണ് അവർക്കും ഫോളോ ചെയ്യുന്നത്. ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പം ഡയമണ്ടിൻ്റെത് സാധാരണ എൻട്രൻസ് ബുക്കുകളിലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കാൻ ഞാൻ കുട്ടികളോട് പറയാറ് എന്താണ്, BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ എത്രയാണോ അതിൻ്റെ ഹാഫാണ് ഡയമണ്ടിൻ്റെതെന്ന്. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. BCCയുടെ എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ചാറ്റിൽ ഇടാൻ പറ്റും. ഓക്കെ, ഞാൻ ചാറ്റ് നോക്കാം. ഓക്കെ, യെസ്, മിന്നു ഓപ്ഷൻ ഡി, അതുൽ ഓപ്ഷൻ ഡി, അലീന ഓപ്ഷൻ ഡി, ശ്രീവിച്ചു ഓപ്ഷൻ ഡി. ഓക്കെ, ഇവരൊക്കെ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എങ്ങനെയാണ് ഓപ്ഷൻ ഡി കിട്ടുക? ഓക്കെ, എന്താണ് ആദ്യം ഡയമണ്ട് BCCയുടെ ഹാഫ് ആണെന്ന് സാർ പറഞ്ഞു. BCC എത്രയാണ്? BCCയുടേത് √3π/8 എന്നാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ അതിൻ്റെ വാല്യൂ 0.68 ആണ്. √3π/8. അതാണെങ്കിൽ പെർസെൻറ്റേജ് പറഞ്ഞാൽ 68% നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ എന്താണ് വേക്കൻറ്റ് സ്പേസ് 32% ആണ്, അതും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം BCCയുടേത് √3π/8 ആണ്. സോ അതിൻ്റെ എക്സാക്ട്ലി ഹാഫാണ് ആരുടേത്? ഡയമണ്ടിൻ്റെത്. സോ √3π/8 divided by 2, that is √3π/16. സോ P √3π/16 ആണ്. അപ്പോൾ അതിന് മാച്ചായി വരുന്നത് C ആണ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും PC തന്നെയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത സിമ്പിൾ ക്യൂബിൻ്റെത് വളരെ സിമ്പിളാണ്. π/6 നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് F ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആ രണ്ടെണ്ണം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ ഓപ്ഷൻ ഡി എന്ന് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 7. Now question number 8. The edge length of a cube is 300 picometer. Its body diagonal would be എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ബോഡി ഡയഗണൽ, എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, ബോഡി ഡയഗണൽ കണ്ടുപിടിക്കണം. സോ വെരി സിമ്പിൾ ആണ്. നിങ്ങളോട് ബോഡി ഡയഗണൽ, ഫേസ് ഡയഗണൽ ഇവ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫേസ് ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഫേസ് ഡയഗണൽ ഇസ് ഈക്വൽ ടു √2a. അതുപോലെ നിങ്ങൾ ബോഡി ഡയഗണൽ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ബോഡി ഡയഗണൽ ഇസ് ഈക്വൽ ടു √3a. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ലത്. ഓക്കെ, √2a, √3a. അവിടെ a എന്ന് പറഞ്ഞ എഡ്ജ് ലെങ്ത് ആണ്. സോ ഫേസ് ഡയഗണൽ √2a, ബോഡി ഡയഗണൽ √3a. സോ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ദ എഡ്ജ് ലെങ്ത് ഓഫ് എ ക്യൂബ് ഈസ് 300 picometer. സോ a തന്നിട്ടുണ്ട്. ഇറ്റ്സ് ബോഡി ഡയഗണൽ വുഡ് ബി, സോ ബോഡി ഡയഗണൽ ഇസ് ഈക്വൽ ടു √3a. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്രയും വേഗം നിങ്ങളുടെ ആൻസർ ചാർട്ടിലിടാം. വേഗം ആവട്ടെ. എത്രയും വേഗം, സമയം ഇങ്ങനെ പോകുന്നു.
Root 3 is 1.73. So 1.73 into A. 1.73 into A എന്ന് പറയുന്നത്. ഓക്കെ, അതുൽ ഓപ്ഷൻ സി, മിന്നു ഓപ്ഷൻ സി, അനീറ്റ ഓപ്ഷൻ സി, ഗൗരി ഓപ്ഷൻ സി. ഓക്കെ, ഇവരൊക്കെ ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. 519.3. ഓക്കെ, ഗായത്രി ഓപ്ഷൻ സി. ഓക്കെ, നന്ദന ഓപ്ഷൻ സി. ഓക്കെ, വെരി ഗുഡ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഞാനിനി വീണ്ടും എന്താണ് ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ശ്രീവിച്ചു ഓപ്ഷൻ സി, കീർത്തന ഓപ്ഷൻ സി, ലതിക ഓപ്ഷൻ സി. ഓക്കെ 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 ഓക്കെ, ശരി. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, question number 9. Okay, വായിച്ചേ question number 9. The number of atoms in 100 gram of an FCC crystal with a density 10 gram per centimeter cube and cell edge as 200 picometer is equal to number of atoms ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സാധാരണ എൻട്രൻസിന് ഈ റോ ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം ഡിവൈഡ് ബൈ എ ക്യൂബ് എൻ എ എന്ന ഇക്വേഷനിൽ നിന്ന് മിക്കവാറും എപ്പോഴും ഈ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മക്കളെ, നമുക്കറിയാം റോ ഇസ് ഈക്വൽ ടു റോ ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് എൻ. ഓക്കെ, എൻ എ എന്നൊക്കെ സാധാരണ ഞാൻ പറയാറുണ്ടെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്, റോ ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം ഡിവൈഡ് ബൈ എ ക്യൂബ് എൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കേൾക്കൂ, ഇതിൽ റോ ഡെൻസിറ്റിയാണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെല്ലാണ്. സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ 1, BCC ആണെങ്കിൽ 2, FCC ആണെങ്കിൽ 4. ഇനി എം എന്നതിൽ അറ്റോമിക് മാസ് എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെ ആകണം എന്നൊരു നിർബന്ധവുമില്ല. ഈ കാണുന്ന എം അറ്റോമിക് മാസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ അറ്റോമിക് മാസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ ആ പാർട്ടിക്കിളാണ് താഴെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം അറ്റോമിക് മാസ് എത്രയാണോ അതാണ് 1 ഗ്രാം ആറ്റം, അതാണ് 1 മോൾ. ആ 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ അറ്റോമിക് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നത് അവഗാഡ്രോ നമ്പർ എഴുതുന്നത്. മേളിൽ എഴുതുന്നത് അറ്റോമിക് മാസ് അല്ലെങ്കിൽ താഴെ എഴുതുന്നത് അവഗാഡ്രോ നമ്പർ അല്ല. ആ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാസിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ ആ പാർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് വന്നേ, ഞാൻ ഈ ക്വസ്റ്റ്യനിലൊന്ന് വായിച്ചു. ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 100 ഗ്രാം, അത് അറ്റോമിക് മാസ് ആണോ അല്ലയോ എന്നൊന്നും നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ എമ്മിൻ്റെ പ്ലേസിൽ ഈ കാണുന്ന എമ്മിൻ്റെ പ്ലേസിൽ നിങ്ങൾ 100 ഇട്ട് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ബാക്കി ഓഫ് ആൻ FCC ക്രിസ്റ്റൽ, അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ നിങ്ങൾ 4 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എഡ്ജ് ലെങ്ത് ഉണ്ടല്ലോ 200 പൈക്കോമീറ്റർ. അവിടെ ഡെൻസിറ്റി ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലായതുകൊണ്ട് നിങ്ങൾ ഇതിനെ എന്താണ് എഡ്ജിനെ സെന്റിമീറ്ററിലാണ് 200 × 10⁻⁻⁻, അതിന്റെ ക്യൂബ് എടുക്കണം ഇൻറ്റു എൻ അവഗാഡ്രോ നമ്പർ അല്ല, ഈ 100 ഗ്രാമിലുള്ള പാർട്ടിക്കിൾസ് ആണ് എൻ. ആ എൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ റോയും കൂടെ വേണം. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ആ ക്വസ്റ്റ്യനിലുണ്ട് 10 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. സോ യു ക്യാൻ ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് റോ ഹിയർ. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം ഡിവൈഡ് ബൈ എ ക്യൂബ് എൻ. കാര്യം മനസ്സിലായെന്ന് സാർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേഗം ഈ ഇക്വേഷനിൽ ഇട്ടിട്ട് എൻ കണ്ടുപിടിക്കാം. ആൻഡ് ദാറ്റ് എൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്രയും വേഗം ചെയ്യുക, ആൻസർ പറയുക. Okay. Alina option B. Alina option B. ബാക്കിയുള്ളവർ പറയൂ, ഞാൻ അതിൻ്റെ കീ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, എന്നെ കൺഫ്യൂസ് ചെയ്യരുത്. എത്രയും ഓക്കെ. അനീറ്റ ജോൺ ഓപ്ഷൻ ബി, ഗൗരി ഓപ്ഷൻ ബി, മിന്നു ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വേഗം ചെയ്യും. നന്ദന ഓപ്ഷൻ ബി, ഗായത്രി ഓപ്ഷൻ ബി, ശ്രീവിച്ചു ഓപ്ഷൻ ബി. ഓക്കെ,
അതുൽ ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ. അപ്പം എല്ലാവരും ആൻസർ ഇടാൻ വേണ്ടി ശ്രമിക്കുക, എല്ലാവരും ട്രൈ ചെയ്യുക. എന്താണ് ഇനി ഒരുപാട് ദിവസങ്ങളില്ല. ഓഗസ്റ്റ് 1 നീറ്റ് എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? എന്നാൽ കുറച്ച് ദിവസം കൂടെ നീണ്ടു പോകുമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് എത്രയും വേഗം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം ഓരോ ചാപ്റ്റർ നന്നായി പഠിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. സോ ക്വസ്റ്റ്യൻ നമ്പർ 10. In a cubic system, നോക്കൂ, in a cubic system, P atoms occupy all the corners, Q atoms occupy face centers, and R atoms occupy the edge centers. Its formula representation is P2, Q3, R. The percentage number of face centers and edge centers occupied by Q and R respectively R എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് ഒരിക്കൽ കൂടെ വായിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ എ ക്യൂബിക് സിസ്റ്റം P ആറ്റംസ് ഓക്കുപ്പൈ ഓൾ ദ കോർണേഴ്സ് എന്നാണ്. ഓക്കെ, ഒരു കോർണറിൽ 1/8, ഒരു ക്യൂബിന് 8 കോർണർ, 1/8 × 8 = 1. സോ നോ ഡൗട്ട് പിയുടെ എണ്ണം 1 ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിയുടെ എണ്ണം 1 ആണ്. എങ്ങനെ കിട്ടി സർ? എല്ലാ കോർണറിലും പി ഉണ്ട് സർ. ഒരു കോർണറിൽ 1/8 ആണ്, അങ്ങനെ 8 കോർണർ ഉണ്ട്. 1/8 × 8 = 1. ഓക്കെ, അടുത്ത് ക്യൂ എവിടെ ഉണ്ട് നമുക്ക് നോക്കാം. വരൂ, ക്യൂ എവിടെയുണ്ട്? ക്യൂ ആറ്റംസ് ഓക്കുപ്പൈ ഫേസ് സെന്റേഴ്സ്. ഫേസ് സെന്റർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഓൾ ദ ഫേസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ അപകടമുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്, ദ പെർസെൻറ്റേജ് നമ്പർ ഓഫ് ഫേസ് സെന്റേഴ്സ്. ഉള്ള മൊത്തം ഫേസ് സെന്ററുകളിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഒക്കുപ്പൈഡ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. അതിനകത്ത് എല്ലാ ഫേസിൻ്റെ സെന്ററും ഒക്കുപ്പൈഡ് അല്ല. അങ്ങനെ ഒക്കുപ്പൈഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദ ക്യൂവിൻ്റെ എണ്ണം 1/2 × x എന്ന് എഴുതണം. അതെന്താ 1/2 × x? സാർ, ഒരു ഫേസിന്റെ സെന്ററിൽ 1/2 പാർട്ടിക്കിൾസ് ഉണ്ട് സാർ, ഇൻറ്റു ദ എക്സ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, സോറി, എക്സ് എന്ന് പറയുന്ന ഫേസുകൾ ഒക്കുപ്പൈഡ് ആണ്. നിങ്ങൾക്കറിയാം ടോട്ടൽ ഒരു ക്യൂബിന് 6 ഫേസുകളുണ്ട്. ആ 6 ഫേസിൽ എത്രയോ ഫേസുകൾ ഒക്കുപ്പൈഡ് ആണ്. അത് എക്സ് എന്നിരിക്കട്ടെ, അത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, ചിലപ്പോൾ എല്ലാം 6ഉം ആവാം. 7 ആവത്തില്ല, കാരണം ആകെ 6 ഫേസസേ ഉള്ളൂ. നമ്മൾ തിരിച്ചു വരുന്നു. ഇനി പി ക്യു, ആർ എവിടെയാണെന്ന് നോക്കൂ. ആർ എവിടെയാ? ആർ ആൻഡ് എഡ്ജ് സെന്റേഴ്സ് ഒക്കുപ്പൈഡ് ബൈ, സോറി, ദ പെർസെന്റ് നമ്പർ ഓഫ് ഫേസ് സെന്റേഴ്സ് അല്ല, ആർ ആറ്റംസ് ഒക്കുപ്പൈ ദ എഡ്ജ് സെന്റേഴ്സ് എന്ന് ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, തിരിച്ചു വരൂ. ഒരു എഡ്ജിന്റെ സെന്ററിൽ 1/4 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു കോർണറിൽ 1/8, ഒരു ഫേസിന്റെ സെന്ററിൽ 1/2, ഒരു എഡ്ജിന്റെ സെന്ററിൽ 1/4, ബോഡിയുടെ സെന്ററിൽ 1. അതൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ്, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സോ ഇത് എഡ്ജിന്റെ സെന്ററിലാണ്, 1/4 ആണ്. ഇൻറ്റു എത്ര എണ്ണം ഉണ്ടാ? y എണ്ണം ഉണ്ട്. ഓക്കെ, y എണ്ണം. ഓക്കെ, അപ്പൊ ഇത് x എണ്ണം, അത് y എണ്ണം. ഇനി ആയിക്കോട്ടെ, അപ്പൊ എനിക്ക് കിട്ടിയ ഫോർമുല എന്ന് പറയുന്നത് P ഉണ്ട്, Q x/2 ഉണ്ട്, അതുപോലെ R y/4 ഉണ്ട്. ആയിക്കോട്ടെ, ഇനി ഇതിന്റെ യഥാർത്ഥ ഫോർമുല ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഫോർമുല? P2 Q3 R4. P2 Q3 R4. വരൂ, തന്നിട്ടുള്ളത് P2 Q3 R4 എന്നാണ്. ഇതാണ് ആക്ച്വൽ ഫോർമുല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വായിച്ച ആ ഇൻഫർമേഷൻസിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഫോർമുല Qx/2 Ry/4 ആണ്. ഇത് രണ്ടും ഒരുപോലെ ആക്കണം. ഇത് രണ്ടും ഒരുപോലെ ആക്കുക എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏത് ടേമാണോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നത് ആ ടേമിനെ ഒരുപോലെ ആക്കുക. സാർ, ഞങ്ങൾക്കിതിൽ പി മാത്രമാണ് നന്നായിട്ട് അറിയാവുന്നത്, കാരണം എല്ലാ കോർണറിലും പി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇത് 1, ഇത് 2. അപ്പം എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് 1 ആക്കുക, അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 2 ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. ഓക്കെ, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിതിനെ 2 ആക്കി മാറ്റുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ P2
ഞാനിതിനെ എന്താണ് എനിക്ക് കിട്ടിയ എന്താണ് എക്സാക്ട് ഫോർമുലയായിട്ട് മാറ്റാം. ഓക്കെ, P2 Q3 ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, ഇതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോറി. അപ്പോൾ P2 Q എത്രയാണ്? Q x/2 × 2. അപ്പോൾ x എന്ന് കിട്ടും. അപ്പോൾ R എത്രയാണ്? y/4 × 2. അപ്പോൾ എത്ര കിട്ടും? y/4 × 2, y/2 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിനെ സാർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ഒന്ന് ഇടണം കേട്ടോ. അപ്പോൾ P എന്നെ ഡബിളാക്കി, Q x/2 × 2 അത് എന്താണ് x എന്ന് കിട്ടി. ഇത് y/4 × 2, y/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ടേം ബൈ ടേം ഇക്വേറ്റ് ചെയ്യാം. ഇത് 2, ഇത് 2. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. അതുപോലെ y/2 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അതെത്രയാണ്? 4. എങ്കിൽ വൈയുടെ എണ്ണം എത്ര? ഇത് അങ്ങോട്ട് പോയി 8. അപ്പൊ നമുക്ക് എക്സ് കിട്ടി. എക്സ് = 3 ആണ്, y = 8 ആണ്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താ? പെർസെൻറ്റേജ് നമ്പർ ഓഫ് ഫേസ് സെന്റേഴ്സ് ഒക്കുപ്പൈഡ് ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ, ടോട്ടൽ എത്ര ഫേസ് സെന്റേഴ്സ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട് ഒരു ക്യൂബിന്. അതിൽ എത്ര ഒക്കുപ്പൈഡ് ആണ്? 3 ഒക്കുപ്പൈഡ് ആണ്. പെർസെൻറ്റേജ് ആക്കാൻ × 100. സോ വെരി ഈസി, നിങ്ങൾക്ക് 50% എന്ന് കിട്ടും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മനസ്സിലായോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം എന്താണ്, കുറച്ച് ലാഗ് ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് നോക്കാത്തത്. ഞാൻ എൻ്റെ കൂടെ ബാക്കി പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, അതുപോലെ പെർസെൻറ്റേജ് നമ്പർ ഓഫ് എഡ്ജ് സെന്റേഴ്സ് നോക്കും മക്കളെ. എഡ്ജ് സെന്റേഴ്സ് ഒരു ക്യൂബിന് എത്ര എഡ്ജ് ഉണ്ട്? ഒരു ക്യൂബിന് 8 കോർണർ ഉണ്ട്, 6 ഫേസുകളുണ്ട്, 12 എഡ്ജുകളുണ്ട്. അപ്പൊ 12 എഡ്ജുകൾ, അതിൽ എത്ര ഒക്കുപ്പൈഡ് ആണ്? 8 × 100 അല്ലേ? അപ്പൊ എത്ര ഇട്ടൂടാ? 2 / 4 അല്ലേ? 2 / 3 × 100 എന്ന് കിട്ടും. ഓക്കെ, 2/3 എത്രയാ? 2/3 0.66 അല്ലേ? അപ്പോൾ 66.66% എന്ന് കിട്ടും. സോ നിങ്ങൾക്കിത് ചെയ്തത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നു. P എല്ലാ കോർണറിലും ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ P1 ആണ്. Q ഫേസിന് സെന്ററുകളിലാണ്. 1/2 × എത്ര ഫേസ് സെന്റർ അറിയാമേല? ലെറ്റ് ഇറ്റ് ബി എക്സ്. അതുപോലെ R എവിടെയാണ്? എഡ്ജിന് സെന്ററിലാണ്. 1/4 × എത്ര എടുത്ത് അറിയില്ല, നമ്മൾ y എന്ന് എഴുതി. സോ P Qx/2 R y/4 എന്ന് നമ്മൾ എഴുതുന്നു. ഇത് P2 Q3 R4 ആണ്. യഥാർത്ഥ ഫോർമുല എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയതിന് ആക്ച്വൽ ഫോർമുലയുമായി ഞാൻ കമ്പയറബിൾ ആക്കി മാറ്റുന്നു. അതിനൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 ആണ്. ഇവിടെ 2 ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് P2 QX R y/2 എന്ന് കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ 3 ആണെന്നും y/2ന്റെ വാല്യൂ 4 ആണെന്നും അവിടെ y = 2 × 4 8 ആണെന്നും മനസ്സിലാക്കി. ഇനി എങ്ങനെ പെർസെന്റ് പിടിക്കും? സോ വി ഹാവ് 6 ഫേസസ് out of which 3 is occupied. So 3/6 × 100 that will give you 50%. അതുപോലെ percentage number of edge centers എന്ന് പിടിക്കും. You have 12 edges and out of which only 8 is occupied. So 8/12 × 100. അവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ആൻസർ ചാറ്റിൽ ഇട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് അവിടെ ഒന്ന് നോക്കാം. യെസ്, ഓക്കെ. അപ്പോൾ 66.6% മിന്നു ഇട്ടിട്ടുണ്ട്. അതുപോലെ അനീറ്റ ഓപ്ഷൻ ഡി ആണെന്ന് ഇട്ടിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ ഡി ആണ് 50% ആൻഡ് 66.6%. ഓക്കെ, ക്ലിയർ അല്ലേ കാര്യങ്ങൾ? അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് എന്താണ് റെസ്പോണ്ട് ചെയ്യും മക്കളെ. ഓക്കെ, മിന്നു ഓപ്ഷൻ ഡി, അതുൽ ഓപ്ഷൻ ഡി, അനീറ്റ ഓപ്ഷൻ ഡി, ഓക്കെ, ശ്രീവിച്ചു ഓപ്ഷൻ ഡി. ഓക്കെ, ആയിക്കോട്ടെ, ശരി. ഞാൻ നിങ്ങളുടെ എന്താണ് റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഓക്കെ, ടീന എസ് സാർ ക്ലിയർ സാർ. ഓക്കെ, അതുൽ ക്ലിയർ സാർ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11. In a crystal system, X atoms are in CCP arrangement. Y atoms occupy all the octahedral voids and some of the tetrahedral voids. Its formula representation is X2Y5. Find the percentage number of tetrahedral voids occupied by Y എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ നമ്മൾക്ക്, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ടെട്രാഹീഡ്രൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സുമായി ബന്ധപ്പെട്ട് എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടെട്രാഹീഡ്രൽ ഒക്ടാഹീഡ്രൽ സാധാരണയായിട്ട് ഫോർമുല എഴുതാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഇത് ഫോർമുല തന്നിട്ടുണ്ട്, അവിടെ നിന്ന് തിരിച്ച് പേഴ്സൺ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നോർമലി ഉള്ള ക്വസ്റ്റ്യനേക്കാൾ ഒരല്പം ഡിഫിക്കൽട്ടി കൂടുതലായിരിക്കും. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. വരൂ. In a crystal system, X atoms are in CCP arrangement. CCP means CCPയെ മുറിച്ചെടുത്താൽ കിട്ടുന്ന യൂണിറ്റ് സെല്ലുകളാണ് FCC. അതുകൊണ്ട് തന്നെ അവിടെ എക്സ് എന്ന് പറയുന്ന ആളിൻ്റെ എണ്ണം 4 എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എക്സ് CCP ലാറ്റിസ് ആണ്. അപ്പോൾ അതിൻ്റെ എന്താണ് യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ FCC എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ എണ്ണം 4, കാരണം FCCയിലുള്ള പാർട്ടിക്കിളിൻ്റെ എണ്ണം 4 ആണെന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം. സിമ്പിൾ ക്യൂബിൽ 1 ആണ്, BCCയിൽ 2 ആണ്, FCCയിൽ 4 ആണ്. അതുകൊണ്ടാണ് അത് 4 വന്നത്. ഇനി Y എവിടെ? വൈയെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. വരൂ. വൈയെ കണ്ടുപിടിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ Y atoms occupy all the octahedral voids and some of the tetrahedral voids. ആയിക്കോട്ടെ. FCCയുടെ പ്രത്യേകത, FCCയിൽ 4 പാർട്ടിക്കിൾ ഉണ്ട്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4. പാർട്ടിക്കിളിന്റെ എണ്ണം 4 ആണെങ്കിൽ ഒക്ടാഹീഡ്രൽ വോയിഡ്സിന്റെ എണ്ണവും 4 ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, N ആണെങ്കിൽ N, അതാണ് FCCയുടെ പ്രത്യേകത. അതുപോലെ ഇവിടെ ആണെങ്കിലോ ടെട്രാഹീഡ്രൽ വോയിഡ്സിന്റെ പ്രത്യേകത 4 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അതിന്റെ ഡബിൾ ആയിരിക്കും ടെട്രാഹീഡ്രൽ വോയിഡ്സിന്റെ എണ്ണം. അതിന്റെ ഡബിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് അതിന്റെ ഡബിൾ എത്രയാ? 8. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അത് 4, ഇതെന്താണ് 8. ആയിക്കോട്ടെ. അപ്പൊ ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് Y എവിടെ? Y occupy all the octahedral voids. അപ്പോൾ ഒരു സംശയമില്ല, 4 എണ്ണത്തിലും ആരുണ്ട്? Y ഉണ്ട്. അപ്പോൾ Yയുടെ എണ്ണം 4 ആയി. ആൻഡ് സം ഓഫ് ദ ടെട്രാഹീഡ്രൽ വോയിഡ്, കുറച്ച് ടെട്രാഹീഡ്രൽ വോയിഡ്സിലും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് വന്നേ. Yയുടെ എണ്ണം എത്ര? 4 എണ്ണം എവിടെ? ഒക്ടാഹീഡ്രൽ വോയിഡിൽ. ഇനി ബാക്കി കുറെ എണ്ണം ടെട്രാഹീഡ്രൽ വോയിഡിൽ. അത് ഞാൻ എക്സ് എന്ന് എടുത്തു. എങ്കിൽ ഫോമിൽ എനിക്ക് എന്ത് കിട്ടും? സാർ, എക്സ് 4 എണ്ണം ഉണ്ട്, നമുക്ക് നേരത്തെ മനസ്സിലായി. Y 4 + X ഉണ്ട്, കാരണം എല്ലാ ഒക്ടാഹീഡ്രൽ വോയിഡും സം ഓഫ് ദ ടെട്രാഹീഡ്രൽ വോയിഡും. ഇതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് അതിന്റെ ഫോർമുല തന്നിട്ടുണ്ട്. ദ ഫോർമുല റെപ്രസെന്റേഷൻ ഈസ് X2 Y5. സോ ഇത് X2, ഇത് X2 Y5. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യാം? വളരെ സിമ്പിൾ. ഇത് X4 Y4 + X, ഇത് X2 Y5. ഇതുപോലെ ആക്കാൻ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് കിട്ടും? X2 Y2 + X is equal to 2 + X അല്ല, അവിടെ തെറ്റിപ്പോയി. എന്താണ്? 4 + X ഡിവൈഡഡ് ബൈ 2. അത് X2 Y5 ആണെന്ന് മനസ്സിലായി. ഓക്കെ, 2ഉം 2ഉം ഈക്വൽ ആണ്. സോ 4 + X by 2 is equal to, ഇവിടുത്തെ 5 ആണ്. സോ 4 + X is equal to 2 × 5 10 ആണ്. അപ്പൊ X is equal to എത്ര? 10 - 4 is equal to 6. അപ്പൊ എക്സിന്റെ എണ്ണം 6 എന്ന് കിട്ടി. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പെർസെന്റേജ് നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഒക്കുപ്പൈഡ് ആണ്. സോ വാട്ട് ഈസ് ദ percentage of tetrahedral voids occupied എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ how many tetrahedral voids are here? 8. Out of which how many are occupied? Sir, 6 are occupied, sir. Percentage ആക്കാൻ into 100. So you will get 3/4 into 100. So that is nothing but 75%. I think it is very clear. ഓക്കെ, ഞാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ. എക്സ് ആറ്റംസ് എവിടെ? CCP ക്രിസ്റ്റലിന്റെ യൂണിറ്റ്സ് അല്ലേ അത്? FCC. ആ FCCയിലെ പാർട്ടിക്കിൾ എത്ര? 4. അപ്പൊ 4 പാർട്ടിക്കിൾ ഉണ്ട്. ആ 4 പേർ
4 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഒക്ടാഹീഡൽ വോയിഡ് 4 തന്നെ, ടെട്രാഹീഡൽ വോയിഡ് അതിൻ്റെ ഡബിളാണ് 8 ആണ്. എല്ലാ ഒക്ടാഹീഡൽ വോയിഡിലും പാർട്ടിക്കിൾ ഉണ്ട് സാർ 4 എന്ന് എഴുതി. ഇനി സം ഓഫ് ദി ടെട്രാഹീഡൽ വോയിഡ് അതിനെ എക്സ് എന്ന് എഴുതി. എന്നിട്ട് നമ്മുടെ ആക്ച്വൽ ഫോമിലെ ആയിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചു. ആ എക്സ് കണ്ടുപിടിച്ചു. അപ്പം മനസ്സിലാക്കാൻ പറ്റിയത് പെർസെൻറ്റേജ് ടെട്രാഹീഡൽ വോയിഡ് is equal to out of the 8 only 6 is occupied. So 6/8 into 100. So no doubt 75% is occupied. ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്താണ് എൻ്റെ ആൻസർ ഇട്ട് ഓക്കെ 75%. അലീന 75%, മിന്നു ബി ഓപ്ഷൻ ബി, അനീറ്റ ഓപ്ഷൻ ബി, അതുൽ ഓപ്ഷൻ ബി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ശരി, അപ്പോൾ എന്താണ് അതിനകത്ത് 75% ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ അതെങ്ങനെയാണ് എന്നുള്ളത് യൂട്യൂബ് സെറ്റിങ്സ് ഒന്ന് പഠിക്കണം. ശരി, ഓക്കെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, മിന്നു എസ് ആർ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. This question number 12, this is exactly from NCERT textbook. അപ്പോൾ column A describes the nature of bonding and column B the solid having that type of bonding. നിങ്ങൾ നോക്കിയേ, nature of van der Waals force ionic, metallic, covalent. അപ്പോൾ ionic bond, metallic bond, covalent bond, van der Waals force. അതിൽ എന്തൊക്കെയുണ്ട്? അലുമിനിയം, കാഡ്മിയം ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ ഉണ്ട്, സിലിക്കൺ ഡയമണ്ട് ഉണ്ട്, മഗ്നീഷ്യം ഓക്സൈഡും AgCl ഉണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ എത്രയും വേഗം നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് കമൻറ്റ് ചെയ്യുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡു ഇറ്റ് ഫാസ്റ്റ്. So I am waiting. Okay. Jinu clear sir. Okay. Yes, Minnu option 2. Okay, Srivichu option 2, Kirtana option 2, Nandana option 2. Okay, വേഗം പറയൂ, വേഗം ഇടൂ. ഓക്കെ, സജിത്ത്, ഗായത്രി ഓപ്ഷൻ 2, സജിത്ത് ഓപ്ഷൻ 2, ലതിക ഓപ്ഷൻ 2. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് വാൻ ഡർ വാൾസ്. ഓക്കെ, അനീറ്റ ഓപ്ഷൻ 2. ഓക്കെ, സാർ കണ്ടു. ഇതിൽ വാൻ ഡർ വാൾ ഫോഴ്സ് എവിടെയാണ് ഉള്ളത്? വാൻ ഡർ വാൾ ഫോഴ്സ് ഉള്ളത് മോളിക്കുലാർ സോളിഡ്സിലാണ്. ഇതിലെ മോളിക്കുലാർ സോളിഡ്സ് ബാക്കി അനീറ്റ, അലീനയൊക്കെ ഇടുന്നത് ഞാൻ കണ്ടു. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനുമാണ് അവിടെയുള്ള മോളിക്കുലാർ സോളിഡ്സ്. അയോണിക് സോളിഡ്സ് ആരൊക്കെയാണ്? ഒരു സംശയവും വേണ്ട, മഗ്നീഷ്യം ഓക്സൈഡ് അയോണിക് ആണ്, AgCl. കാരണം Mg2+ഉം O2-ഉം, Ag+ഉം Cl-ഉം. മെറ്റൽസ് ആരൊക്കെയാണ്? മെറ്റാലിക്, അലുമിനിയവും കാഡ്മിയം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കോവലന്റ് ആരൊക്കെയാണ്? സിലിക്കണിനകത്ത് കോവലന്റ് ബോണ്ടാണ്, ഡയമണ്ടിനകത്ത് കാർബണിനിടയ്ക്ക് കോവലന്റ് ബോണ്ടാണ്. സോ വെരി സിമ്പിൾ. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. സോ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്ക് ഞാൻ വന്നു. A boy took some spheres of radius of 320 picometer to build a BCC. അപ്പം എന്താണ്, സാറിനെ പോലൊരു പയ്യൻ എന്ത് ചെയ്തു? കുറച്ച് സ്പിയേഴ്സ് എടുത്തു. അതിൻ്റെ റേഡിയസ് 320 picometer ആണ്. ടു ബിൽഡ് എ BCC. അപ്പം 320 picometer റേഡിയസ് ഉള്ള സ്പിയേഴ്സ് ഉപയോഗിച്ച് BCC ഉണ്ടാക്കി. ഇറ്റ്സ് നിയറസ്റ്റ് നൈബർ ഇൻ ഡിസ്റ്റൻസ് ആൻഡ് സെക്കൻഡ്
നിയറസ്റ്റ് നൈബറിംഗ് ഡിസ്റ്റൻസസ് ആർ റെസ്പെക്റ്റീവ്ലി എന്നാണ്. അപ്പോൾ BCCയുടെ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്, സെക്കൻഡ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്, അത് രണ്ടും ഒന്ന് മനസ്സിലാക്കിപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ഇതൊന്ന് വരയ്ക്കാം. ഒന്ന് വന്നേ. അപ്പോൾ ഇതാണ് ഒരു ക്യൂബ് എന്നിരിക്കട്ടെ, ക്യൂബ്. ഓക്കെ, അതിൽ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. ഞാൻ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇത് പാർട്ടിക്കിളാണ്. ഈ പാർട്ടിക്കിൾ ഇരിക്കുന്നത് കോർണറിലാണ്. പാർട്ടിക്കിൾസ് ഒക്കെ കോർണറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇയാളെ സിമ്പിൾ ക്യൂബ് എന്ന് വിളിക്കും, അല്ലേ? സിമ്പിൾ ക്യൂബ് എന്ന് വിളിക്കും. സോ ദിസ് ഈസ് സിമ്പിൾ ക്യൂബ്. And now one particle is at the body center. ഒരു പാർട്ടിക്കിൾ ബോഡിയുടെ സെൻറ്ററിലുണ്ട്. നിങ്ങൾ ഇതിൻ്റെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പെർഫെക്റ്റ് ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ബോർഡ് നോക്കിയേ. ഇതൊരു സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ ഇതാണ് ബോഡിയുടെ സെൻറ്ററിലെ പാർട്ടിക്കിൾ. ഇത് പുറകിലെ കോർണറിലെ പാർട്ടിക്കിൾ, മുൻപിലെ കോർണറിലെ പാർട്ടിക്കിൾ. ഇതിനെയാണ് നമ്മൾ ബോഡി ഡയഗണൽ എന്നൊക്കെ വിളിച്ചത്. ഇങ്ങോട്ട് വരച്ചപ്പോൾ അല്പം നീങ്ങിപ്പോയി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിയറസ്റ്റ് നൈബർ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇയാളും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്. ഇനി സെക്കൻഡ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഒരു ഡിസ്റ്റൻസ് കിടപ്പുണ്ട്, ഈ ഡിസ്റ്റൻസും കിടപ്പുണ്ട്. ഇതിലേതാണോ വലുത് അതാണ് സെക്കൻഡ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം, അത് എ ആണ്, എഡ്ജിൻ്റെ ലെങ്ത് ആണ്. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം √3a ആണ്. അപ്പോൾ √3 1.73 ആണ്. 1.73 ഇൻറ്റു എ ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.73 ഇൻറ്റു എ ആണ് വലുത്. അപ്പോൾ ഇത് ദൂരം കൂടുതലാണ്, ഇത് ദൂരം കുറവാണ്. അപ്പം ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ ചോദിച്ചു കഴിഞ്ഞാൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഇതിനിടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ. അതെത്രയാ? ഇത് മൊത്തം ഡിസ്റ്റൻസ് 4r ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റേഡിയസ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ 2r ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. കാരണം ഈ ഡിസ്റ്റൻസ് മൊത്തം 4r വരും. ഇതിൻ്റെ റേഡിയസ് അങ്ങനെ 4r വരും. അപ്പോൾ അതിൻ്റെ പകുതി ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പം ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ എന്ന് പറയുന്നത് 2r ആണ്. അതുപോലെ സെക്കൻഡ് നിയറസ്റ്റ് നൈബർ എന്ന് പറയുന്നത് BCCയിൽ എഡ്ജിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് a ആണ്. BCCയിൽ a എത്ര? BCC പ്രത്യേകത 4r = √3a ആണ്. നേരത്തെ ഓർക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് a കണ്ടുപിടിക്കാം. a = എത്രയാണ്? 4r / √3. അപ്പോൾ റേഡിയസ് തന്നിരുന്നു കഴിഞ്ഞാൽ 2 ഇൻറ്റു റേഡിയസ് എടുത്താൽ ഫസ്റ്റ് നിയറസ്റ്റ് നൈബറും അതുപോലെ 4r / √3 എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് നിയറസ്റ്റ് നൈബറും കിട്ടും. എവിടെ? BCCയിൽ. സോ ഞാൻ നിങ്ങളുടെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ 2r, സെക്കൻഡ് നിയറസ്റ്റ് നൈബർ a എന്ന് പറയുന്നത് 4r / √3 ആണ് BCC ആയതുകൊണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഓക്കെ, എത്രയും വേഗം. സജിത്ത് ഓപ്ഷൻ 2. 640 and 739 ആണോ? ഓപ്ഷൻ 2 ആണോ? ബാക്കിയുള്ളവർ പറയൂ, വേഗാവട്ടെ. കീർത്തന ഓപ്ഷൻ 2, വൈഷ്ണവി, ശ്രീവിച്ചു ഓപ്ഷൻ B. അതെ, ഓപ്ഷൻ 2. ഓക്കെ, ജിനു ഓപ്ഷൻ 2. ബാക്കിയുള്ള ഓപ്ഷൻ വന്നില്ലല്ലോ, വേഗം ആവട്ടെ. ഗായത്രി ഓപ്ഷൻ 2.
ഓക്കെ, ശരി. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ സാറ് ഇനി ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. Question number 14. Find the incorrect statement. Find the incorrect statement എന്നാണ് ക്വസ്റ്റ്യൻ. 2-dimensional HCP is more stable than simple cubic close packing എന്നാണ് എഴുതിയിരിക്കുന്നത്. 2-dimensional HCP is more stable than സിമ്പിൾ എന്നല്ല, സോറി, അത് SCP എന്നാണ്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ്. സോ നിങ്ങൾക്കറിയാം സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും അതുപോലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും, അത് രണ്ടെണ്ണം നിങ്ങൾ 2-dimensional ക്ലോസ് പാക്കിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ 2-dimensional ക്ലോസ് പാക്കിംഗ് പഠിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി പോലും പഠിച്ചിട്ടുണ്ട്. പിന്നെ വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിൾ 1 over another അല്ലേ, ഒന്നിന് മേളിൽ ഒന്നൊന്നായിട്ട് വയ്ക്കുക. ഞാൻ വരച്ചപ്പോൾ ഓക്കെ, ഒരു സെൻട്രൽ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് 4 പാർട്ടിക്കിൾ വരും. വെരി സിമ്പിളായിട്ട് നമുക്ക് സ്ക്വയർ കിട്ടും. അതുകൊണ്ട് ഇതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു റോയിൽ പാർട്ടിക്കിൾസ് വയ്ക്കുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ ഡിപ്രഷൻസിൽ പാർട്ടിക്കിൾ നമ്മൾ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് വിളിക്കുക. ഒരു സെൻട്രൽ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് 6 പേരിരിക്കുന്നു, അപ്പോൾ ഹെക്സഗൺ കിട്ടും, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. സോ ഇവിടെ മോർ സ്പേസ് ഈസ് ദെയർ ഇൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ, ഇവിടെ ലെസ് സ്പേസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാളാണ് മോർ ക്ലോസ് പാക്ഡ്. ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ മിനിമം സ്പേസിൽ മാക്സിമം സബ്സ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം മാക്സിമം സബ്സ്റ്റൻസ് ഉണ്ടായാൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പം മിനിമം സ്പേസ് മീൻസ് വോളിയം ചെറുതാണ്, പക്ഷേ മാസ് എന്താണ്, കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പേര് അടങ്ങിയിരിക്കുന്നു, അപ്പം മാസ് വലുതാണ്. മാസ് വലുതാണെങ്കിൽ ഡെൻസിറ്റി വലുതാവും. ഡെൻസിറ്റി കൂടിയാൽ സോളിഡുകളുടെ പ്രത്യേകത ഡെൻസിറ്റി കൂടുന്തോറും ഒരു സ്റ്റെബിലിറ്റി കൂടും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-dimensional HCP ഈസ് മോർ സ്റ്റേബിൾ ദാൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് പെർഫെക്റ്റ്ലി റൈറ്റ് ആണ്. ആൻഡ് BCC പ്രൊവൈഡ് മോർ വേക്കൻറ്റ് സ്പേസ് ദാൻ FCC. റൈറ്റ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി 52.4 ആണ്. 100 - 52.4 വിൽ ഗീവ് യു ദ പെർസെൻറ്റേജ് ഓഫ് വേക്കൻറ്റ് സ്പേസ്. BCC ആണെങ്കിൽ 68% ഒക്കുപ്പൈഡ് ആണ്. 68% ഒക്കുപ്പൈഡ് ആണെങ്കിൽ നോട്ട് ഔട്ട് 68, 100 - 68 32 ആണ് വേക്കൻറ്റ് സ്പേസ്. അതുപോലെ FCC ആണെങ്കിൽ എന്താ പ്രത്യേകത, 74% ആണ് ഒക്കുപ്പൈഡ്. സോ 26 ആണ് വേക്കൻറ്റ് സ്പേസ്. പറഞ്ഞിരിക്കുന്നത് BCC പ്രൊവൈഡ് മോർ വേക്കൻറ്റ് സ്പേസ് ആണ്. യെസ്, ഇൻ BCC the vacant space is 32 and in FCC the vacant space is 26. So the option 2 is perfectly right. And option 3, coordination number of BCC is greater than that of cubic close packed structure. Okay, cubic close packing അഥവാ CCP അത് 3-dimensional ആണ്. അപ്പോൾ 3-dimensional പ്രത്യേകത 3-dimensional CCP ഉണ്ട്, അതുപോലെ HCP ഉണ്ട്. 3-dimensional CCP ആവട്ടെ HCP ആവട്ടെ കോർഡിനേഷൻ നമ്പർ 12 എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ BCC ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 8 ആണ്. സോ 8 ആണോ 12 ആണോ വലുത്? സോ കോർഡിനേഷൻ നമ്പർ ഓഫ് BCC ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്യൂബിക് ക്ലോസ് പാക്ക് സ്ട്രക്ചർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം BCCയിലാണെങ്കിൽ 8 ഉള്ളൂ, അവിടെ ആണെങ്കിൽ 12 ഉണ്ട് കോർഡിനേഷൻ നമ്പർ. ഒരു ലെയറിൽ 6, പുറകിലത്തെ ലെയറിൽ 3, മുൻപിലത്തെ ലെയറിൽ 3, അങ്ങനെ എന്താണ് 12 ആണ് അവിടുത്തെ കോർഡിനേഷൻ നമ്പർ. അടുത്ത് സോളിഡ് ആർഗൺ എക്സിബിറ്റ്സ് ഗ്രേറ്റർ വേപ്പർ പ്രഷർ ദാൻ സോളിഡ് മീഥേൻ. ആർഗൺ ഉണ്ട്, മീഥേൻ ഉണ്ട്.
ആർഗണിന് കുഞ്ഞു സൈസാണ്, മീഥേന് ആർഗണിനേക്കാൾ അല്പം കൂടെ വലിയ സൈസാണ്. രണ്ടും മോളിക്കുലാർ സോളിഡ്സ് ആണ്. അപ്പം സൈസ് കൂടും തോറും സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ വാണ്ടർവാൾ ഫോഴ്സ് കൂടും. വാണ്ടർവാൾ ഫോഴ്സ് കൂടിയാൽ ഒരു സംശയവും വേണ്ട, അവിടെ അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടിയാൽ വേപ്പർ പ്രഷർ കുറയും. ഇതുപോലെ നിങ്ങൾ സോളിഡ് ആർഗൺ എക്സിബിറ്റ്, ആർഗണിന് കുഞ്ഞു സൈസാണ് മീഥേനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതുകൊണ്ട് അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. മീഥേനേക്കാൾ ഈസിയായി വേഗത്തിൽ വേപ്പറൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. സോ ഓപ്ഷൻ 4 ഈസ് പെർഫെക്റ്റ്ലി റൈറ്റ് ആൻഡ് ഹിയർ ദ ഓപ്ഷൻ 3 ഈസ് റോങ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും ഓപ്ഷൻ 3. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. സജിത്ത് ഓപ്ഷൻ 3 ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 15. Question number 15 എന്താ? In an alloy of copper, gold, silver and gold, the copper atoms occupy all the corners. Silver atoms placed all the face centers. Gold atoms placed the body center as well as edge centers. The amount of gold in this alloy is another question. In an alloy of copper, silver and gold, the copper atom occupy all the corners. Okay, silver atom placed at all face centers. Gold atom placed the body center as well as all edge centers. The amount of gold in this alloy. അപ്പോൾ ഞാൻ ബോർഡിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ഇതിനകത്ത് തന്നിട്ടുള്ളത് എന്താണ്? ദ കോപ്പർ ആറ്റം ഒക്കുപ്പൈ ഓൾ ദ കോർണേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, കോപ്പറിൻ്റെ എണ്ണം 1 ആണ്. അതുപോലെ സിൽവർ ആറ്റം പ്ലേസ്ഡ് അറ്റ് ഓൾ ഫേസ് സെന്റേഴ്സ്. ഒരു ഫേസിന്റെ സെന്ററിൽ 1/2, അങ്ങനെ 6 ഫേസിന്റെ സെന്റേഴ്സ് 1/2 × 6 3. അപ്പോൾ ഇത് എന്താണ്? സിൽവറിന്റെ എണ്ണം 3. അടുത്ത ഗോൾഡ് എവിടെയാ? ഗോൾഡ് ആറ്റം പ്ലേസ് അറ്റ് ദ ബോഡി സെന്ററിൽ 1 ആണ്, പ്ലസ് ഓൾ ദ എഡ്ജ് സെന്റേഴ്സ്. ഒരു എഡ്ജിന് സെന്ററിൽ 1/4, 12 എഡ്ജസ് ഉണ്ട്. സോ 1 + 1/4 × 12. 1/4 × 12 എത്രടാ? 3 അല്ലേ? 3 + 1 4. അപ്പോൾ CU AG3 AU 4 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മടങ്ങാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? The amount of gold in this alloy is എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. സോ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? 4, 3, 7, 1, 8 പേരുണ്ട്. അതിൽ ഗോൾഡ് എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഇൻറ്റു 100 വിൽ ഗീവ് യു ദ ആൻസർ. വെരി സിമ്പിൾ ആൻസർ 50%. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചോദിക്കാം. വാട്ട് ഈസ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് ചോദിക്കാം. അങ്ങനെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറിന്റെ അറ്റോമിക് മാസ് പ്ലസ് സിൽവറിന്റെ അറ്റോമിക് മാസ് ഇൻറ്റു 3 പ്ലസ് ഗോൾഡിന്റെ അറ്റോമിക് മാസ് ഇൻറ്റു 4, അതാണ് ടോട്ടൽ മാസ്. ഔട്ട് ഓഫ് ദാറ്റ് മാസ് യു റൈറ്റ് ദ മാസ് ഓഫ് ഗോൾഡിന്റെ മാസ് 197 × 4. അപ്പോൾ ഗോൾഡിന്റെ മൊത്തം മാസ് മേളിൽ എഴുതുക, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മാസ് താഴെ എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. ആ സമയത്ത് ഈ ആൻസർ കിട്ടത്തില്ല. ഇവിടെ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഗോൾഡ് എന്നേ ഉള്ളൂ. ഇനി എന്താണ് പെർസെൻറ്റേജ് മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാസ് ഇട്ട് തന്നെ ചെയ്യണം. ഇത് നമ്മൾ മൊത്തം ഉള്ളതിൽ എത്ര ഗോൾഡ് ഉണ്ട് എന്ന മീനിങ്ങിലാണ് ഈ ക്വസ്റ്റ്യൻ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ 50% ഉണ്ട്. ഓക്കെ, ശരി. നേരത്തെ ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ 3 ഇട്ടിരിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ അത് ഓപ്ഷൻ 3 ആയിരുന്നു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ശരി. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16 ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യണം. ഞാനിപ്പോൾ അതിൻ്റെ ഐഡിയ പറഞ്ഞു. ഇൻ എ സാമ്പിൾ ഓഫ് ഗോൾഡ്, കോപ്പർ ഇമ്പ്യൂരിറ്റീസ് occupy all the corners and gold atoms at all the face centers. The percentage mass of gold in this sample is. Okay, അല്പം ഡിഫിക്കൽട്ടി ഉണ്ട്. എന്നാലും സാറ് എന്താണ് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം, നോക്കാം നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന്. എത്രയും വേഗം ചെയ്യുക, ആൻസർ പറയുക. I am waiting for your answer.
വേഗാവട്ടെ. ചാറ്റ് ലാഗ് ഉണ്ടെന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ കുറച്ച് പേര്. പക്ഷേ ദൗർഭാഗ്യവശാൽ എന്താ ചെയ്യുക, അത് ഞാൻ പിന്നീട് സെറ്റിങ്സ് മാറ്റാം. അലീന ഓപ്ഷൻ ഡി, മിന്നു ഓപ്ഷൻ 1. ജിനു ഓപ്ഷൻ 1. The mass percentage of gold in this sample എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ വേഗം പറയൂ, ആൻസേഴ്സ് പറയൂ, വേഗാവട്ടെ. അതുൽ ഓപ്ഷൻ 4. Adul option 4. Okay, Anita option 4. സജിത്ത് ഓപ്ഷൻ ഡി ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ചാറ്റിൻ്റെ എന്താണ് ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ആയിക്കോട്ടെ, അപ്പം ഞാൻ നോക്കാം. ഇന്നെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ എ സാമ്പിൾ ഓഫ് ഗോൾഡ്, കോപ്പർ ഇമ്പ്യൂരിറ്റീസ് occupy all the corners and gold atoms at all the face centers. The mass percentage of gold in this sample. Gold, copper impurities occupy all the corners and gold atoms at all the face centers. അപ്പോൾ നമുക്ക് നോക്കാം. കോപ്പർ ഇമ്പ്യൂരിറ്റീസ് അറ്റ് ഓൾ ദ കോർണേഴ്സ് എന്നാണ്. അപ്പോൾ കോപ്പറിൻ്റെ എണ്ണം 1 എല്ലാ കോർണറിലും ഉണ്ട്. ഗോൾഡ് ആറ്റംസ്, അപ്പോൾ അത് AU. ഗോൾഡ് ആറ്റംസ് എവിടെയാണ് മക്കളെ? ഓൾ ദ ഫേസ് സെൻറ്റേഴ്സ്. ഒരു ഫേസിന് സെൻട്രൽ 1/4, അങ്ങനെ 12. ഒരു ഫേസ് സെൻട്രൽ 1/2, അങ്ങനെ 6 ഫേസസ്, അപ്പോൾ 3. അപ്പോൾ ഇത് 3 എന്ന് കിട്ടി. അപ്പോൾ ഇത് 3. ഇനി എന്താണ് ദ പെർസെൻറ്റേജ് മാസ് ഓഫ് ഗോൾഡ് ഇൻ ദിസ് സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് മാസ് ഓഫ് ഗോൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറിൻ്റെ മാസ് എത്ര? 63.5. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ നോക്കിയതാണ്, തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് കാണാതെ പഠിച്ചില്ലെങ്കിലും കിട്ടും. പക്ഷേ എൻട്രൻസും ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. ഗോൾഡിൻ്റെത് 197. ഇതെന്തായാലും എടുത്ത് മേളിലോട്ട് പോയത് താഴ്ത്തി വയ്ക്കാം. അല്ലെങ്കിൽ അത് പോട്ടെ. കോപ്പറിൻ്റെ 63.5. ഓക്കെ, ഗോൾഡിൻ്റെത് എത്ര? 197 into 3. മേളിൽ 197 into 3. ഗോൾഡിൻ്റെ പെർസെൻറ്റേജ് മാസല്ലേ, ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 90.3% എന്ന് കിട്ടും. അതാണ് കീ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആരൊക്കെയോ അതല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? 3ഉം 1ഉം 4 പേരുണ്ട്, അതിൽ 3 പേരും ഗോൾഡാണ്. അതുകൊണ്ട് 75% ആൻസർ പറഞ്ഞവരുണ്ടാവാം. സോ അത് സാധാരണ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. 75% കുട്ടികൾ അറിയാതെ എഴുതുവാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ കെയർഫുൾ ആയിരിക്കും എന്ന് സാർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 17. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 17? An oxide of platinum is represented as PT 0.960. It contains PT2 plus and PT4 plus. The percentage amount of PT4 plus in it will be എന്നാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? The percentage amount of PT4 plus in it will be. ഓക്കെ, അപ്പോൾ അതിനകത്ത് PT2 plus ഉണ്ട്, PT4 plus ഉണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ ഇമാതിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിക്കൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാതിരി ക്വസ്റ്റ്യൻസ് എൻട്രൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. PT 0.960. ഓക്കെ, വരൂ. സോ PT 0.960 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ PT2 പ്ലസും PT4 പ്ലസും ഉണ്ട് എന്നും ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് നമ്പർ ഓഫ് PT4 പ്ലസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. വരും മക്കളെ. സോ എങ്ങനെ കണ്ടുപിടിക്കും? വെരി സിമ്പിൾ. ഓക്കെ, ഇതിന് റെഡോക്സ് റിയാക്ഷനിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ചില ഐഡിയകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ.
PT 0.96O എന്ന് പറഞ്ഞാൽ PT 0.96 എണ്ണവും ഓക്സിജൻ ഒരെണ്ണവും ഉണ്ട്. അഥവാ കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ PT 96 എണ്ണം വരുമ്പോൾ ഓക്സിജൻ 100 എണ്ണം വരും. ആ റേഷ്യോയിലാണ് അവർ കാണുന്നത് PT 0.96O. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മോളിക്യൂളിനെ നോക്കാം. ഈ മോളിക്യൂൾ ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്, അതിന് ചാർജ് ഒന്നുമില്ല. ഒരു ന്യൂട്രൽ മോളിക്യൂളിന്റെ പ്രത്യേകത അതിലുള്ള ഓരോ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിന്റെ സം 0 ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, PT ഉണ്ട്, ആ PT 2+ ഉണ്ട്. അപ്പൊ PT 2+ X എന്നിരിക്കട്ടെ, PT 2+ is X. ആൻഡ് PT 4+ ഉണ്ട്. PT 4+ എത്രയാണ്? PT 4+ എന്ന് പറയുന്നത് 2+ X ആണെങ്കിൽ ടോട്ടൽ 0.96 ആണ്. അപ്പൊ PT 4+ 0.96 - X ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് രണ്ടും എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എടുക്കാം. അപ്പോൾ ഈ PTക്കകത്ത് PT 2+ ഉണ്ട്. അപ്പോൾ +2 ഓക്സിഡേഷൻ നമ്പറുള്ള X എണ്ണം ഇതിനകത്തുണ്ട്. അതുപോലെ PT 4+ ഉണ്ട്, അതിൻ്റെ +4 ആണ് ഓക്സിഡേഷൻ നമ്പർ. അങ്ങനെയുള്ള 0.96 - X ഉണ്ട്. അപ്പോൾ PT കഴിഞ്ഞു. ഇനി ഓക്സിജൻ, ഓരോ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അങ്ങനെ -2 ഉള്ള ഒരാൾ. അപ്പൊ മൊത്തം ചാർജ് എത്ര? മൊത്തം ചാർജ് 0. മൊത്തം ചാർജ് 0. സോ 2 × X 2X പ്ലസ് 4 × 0.96 - 4 × X -2 is equal to 0. ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്യുക, X കണ്ടുപിടിക്കുക. ഓക്കെ, X കണ്ടുപിടിക്കണം കേട്ടോ, ഞാൻ വെയിറ്റ് ചെയ്യും. X കണ്ടുപിടിച്ചതിന് ശേഷം വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് നമ്പർ ഓഫ് PT 2+ ആണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്ലാറ്റിനം ടോട്ടൽ എത്രയുണ്ട് സർ? പ്ലാറ്റിനം ടോട്ടൽ 0.96 ഉണ്ട് സർ. അതിൽ PT 2+ എത്രയുണ്ട്? X ഉണ്ട് സർ. ആ എക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുക, ഇവിടെ കൊണ്ടിടുക, ×100 എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് PT 2+ന്റെ എമൗണ്ട് കിട്ടും. അത് ഒരു 40% എന്നാണ് കിട്ടിയെങ്കിൽ PT 4+ന്റെ എമൗണ്ട് 60% ആയിരിക്കും. കാരണം ടോട്ടൽ 100 ആണ് പെർസെൻറ്റേജിന്റെ സം. മനസ്സിലായി കാണും. ഇനി അത് 30 കിട്ടിയാൽ ഇത് 70, അത് 50 കിട്ടിയാൽ ഇത് 50, അത് 70 കിട്ടിയാൽ ഇത് 30, അത് 80 കിട്ടിയാൽ ഇത് 20. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് ഇയാളെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ടോട്ടൽ എത്രയുണ്ട്? 0.96 ഉണ്ട്. അതിൽ PT 4+ എത്ര? 0.96 - X. ഇവിടെ നിങ്ങൾക്ക് X കിട്ടും. ×100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് PT എന്ത് കിട്ടും? 4+ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. എത്രയും വേഗം ചെയ്യുക, എന്നിട്ട് ആൻസർ പറയുക. ഈ എഴുതിയതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പോയിന്റ് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് 2+, അത് മറ്റത് 4+, ഇത് ചെയ്യുക, എന്നിട്ട് ആൻസർ പറയുക. ഓക്കെ, സോ ഞാൻ തിരിച്ച് യൂട്യൂബിൽ വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നേരത്തെ 4 നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, so do it fast. എത്രയും വേഗം ചെയ്യുക, എന്നിട്ട് ആക്റ്റീവായിട്ട് ആൻസർ പറയുക. വേഗം ആവട്ടെ. മിന്നു ഓപ്ഷൻ 2. ഓക്കെ, ഓപ്ഷൻ 2 റൈറ്റ് ആണോ? ബാക്കിയുള്ളവർ വരൂ, വേഗം പറയൂ. ഗൗരി, അലീന ഓപ്ഷൻ B, ഗൗരി ഓപ്ഷൻ B. ഓക്കെ, ബാക്കിയുള്ളവർ വരട്ടെ. ജിനു ഓപ്ഷൻ 2. യെസ്. അപ്പോൾ നമ്മൾ X കണ്ടുപിടിക്കുക. PT 2+ കിട്ടും, PT 4+ കിട്ടും. PT 4+ 4.16% എന്നാണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. കീർത്തന, നന്ദനയൊക്കെ ഓപ്ഷൻ 2 ഇട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ആയിക്കോട്ടെ. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് question number 18. What is question number 18? A sample of fused NaCl is doped with AlCl3
with a concentration of 10 raised to minus 4 mole percentage. The total number of cation vacancies formed in 1 mole of NaCl is. നല്ല question ആണ്. A sample of fused NaCl is doped with AlCl3 with a concentration of 10 raised to minus 4 mole percentage. ആയിക്കോട്ടെ. The total number of cation vacancies ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളത് എന്താണ്, ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളൂ, എക്സാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു വെച്ചിരിക്കണം, ഞാൻ എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. NaCl is doped with AlCl3 അല്ലേ. ഇനി 10 raised to minus 4 mole percentage ആണ് ചെയ്തത്. വാട്ട് ഈസ് എ കാറ്റോൺ വേക്കൻസി ഇൻ 1 mole of NaCl എന്നാണ്. ഓക്കെ, വന്നോളൂ. നമ്മൾ NaCl ലാറ്റിസ് എടുത്താൽ പറഞ്ഞേക്കാൻ സമയമില്ല, എന്നാലും Na പ്ലസ് Cl മൈനസ് Na പ്ലസ് Cl മൈനസ് Na പ്ലസ് Cl മൈനസ് അല്ലേ, ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അയോണുകൾ. ഇത് Na പ്ലസ് ആണെങ്കിൽ ഇവിടെ Cl മൈനസ്, അപ്പോൾ ഇവിടെ Na പ്ലസ്, ഇവിടെ Cl മൈനസ്, ഇവിടെ Na പ്ലസ്, ഇവിടെ Cl മൈനസ്, ഇവിടെ Na പ്ലസ്. അപ്പോൾ ഇവിടെ Na പ്ലസ്, ഇവിടെ Cl മൈനസ്, ഇവിടെ Na പ്ലസ്, ഇവിടെ Cl മൈനസ്, ഇവിടെ Na പ്ലസ്, ഇവിടെ Cl മൈനസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ എന്താ പ്രത്യേകത. ഇവിടെ സാർ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ ഒരു കാര്യത്തോടെ ഞാൻ ചെയ്യാം. ഓക്കെ, ഇതിനെ ഒന്നാണ് വേക്കൻസിയൊക്കെ ആയിട്ട് കാണിക്കണ്ടേ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സർക്കിളൊക്കെ ഇട്ട് വയ്ക്കാം. ഒരു പാർട്ടിക്കിളാണെന്നുള്ള ഫീൽ വരട്ടെ. അപ്പോൾ ഇതൊക്കെ Na പ്ലസ് Cl മൈനസ്, അപ്പോൾ പാർട്ടിക്കിളാണ് എന്നുള്ളൊരു ഫീല് വരും നമുക്ക്. നമ്മളിങ്ങനെ എഴുതി ഇവിടെ 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 ആയിക്കോട്ടെ. ഇതാണ് അതിൻ്റെ ലാറ്റിസ്. ഇത് വരച്ച് തന്നെ കുറേ സമയം പോയി. ഓക്കെ, ഈ ലാറ്റിസിലാണ് നിങ്ങൾ AlCl3 ഡോപ്പ് ചെയ്യണത്. AlCl3 ഡോപ്പ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, അതിനകത്ത് Al3+ ഉണ്ട്, അതുപോലെ Cl മൈനസുകളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാനാ, Cl മൈനസിന് പകരം Cl മൈനസ് വരും, ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ, അതുപോലെ ഓക്കെ ഇവിടെ Cl മൈനസ് വരും, Cl മൈനസ് ഒരു കുഴപ്പമില്ല. ഇനി Al3+, ഇവിടെ Na+ ഉണ്ട്, അതുപോലെ ഇവിടെ Na+ ഉണ്ട്, അതുപോലെ ഇവിടെ Na+ ഉണ്ട്. ഞാൻ ഈ 3 Na+ കളഞ്ഞു, ആ 3 Na+ന് പകരം ഒരു Al3+ സാർ ഇവിടെ ആഡ് ചെയ്യുകയാണ്, ഒരു Al3+. അപ്പോൾ എന്ത് സംഭവിച്ചു, when you introduce one Al3+, you can create 2 cation vacancies അല്ലേ. ഓരോ Al3+ഉം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 cation vacancies ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്, the host ion is Na+ and the guest ion is Al3+. the difference in charge is 2. അപ്പോൾ ആ ചാർജ് ഡിഫറൻസ് എത്രയാണോ അത്രയും വേക്കൻസി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് യൂണിവാലൻറ്റിൽ ഡൈവാലൻറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം +1 ആണെങ്കിൽ ഒരു 2+ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 +1 മാറിയിട്ടായിരിക്കും ഒരു +2 അവിടെ കയറുക. അപ്പോൾ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ഇനി +1 ലാറ്റിസിൽ +3 കയറി കഴിഞ്ഞാൽ 3 +1 പകരമാണ് ഒരു +3 കയറുക, അപ്പോൾ 2 വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ആ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ എ സാമ്പിൾ ഓഫ് fused NaCl is doped with AlCl3 with a concentration of 10 raised to minus 4 mole percentage. The total number of cation vacancies formed in 1 mole of NaCl എന്നാണ് ക്വസ്റ്റ്യൻ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് അവിടേക്ക് പോകാം. വരൂ, 10 raised to minus 4 mole percentage അല്ലേ. പെർസെൻറ്റേജ് ഓഫ് ആരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, AlCl3 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കറിയാം എന്താണ് 1 മോൾ എന്താണ് പെർസെൻറ്റേജ് ഓഫ് ആണ് അതോ നമ്പർ ഓഫ് കാറ്റോൺ വേക്കൻസി ആയിരുന്നു ക്വസ്റ്റ്യൻ. The total number of cation vacancy. Okay, number of cation vacancy എത്ര, number of cation vacancy എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ. ഓക്കെ,
എത്രയാണോ Al3+ കയറുന്നത് അതിൻ്റെ എത്ര ടൈംസ് കിട്ടും? 2 ടൈംസ് കിട്ടും. കാരണം ഒരു Al3+ വരുമ്പം 2 വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായല്ലേ? അപ്പോൾ 2 × Al3+ൻ്റെ എണ്ണം പറയൂ. 10⁻⁻4 മോൾ പെർസെൻറ്റേജ്. അപ്പോൾ 10⁻⁻4 അത്രയും മോൾ 6 × 10⁻23 അല്ലേ, ഇൻറ്റു എന്താണ് അത്രയും പെർസെൻറ്റേജ് മീൻസ് അത്രയും ഡിവൈഡഡ് ബൈ 100 എന്ന് കൂടെ ഉണ്ട്, ഇൻറ്റു 1/100. അതെന്താ അങ്ങനെ? പെർസെൻറ്റേജ് ഇപ്പോൾ 60% എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 60/100 എന്നാണ്. അതുപോലെ 10⁻⁻4 മോൾ പെർസെൻറ്റേജ് മീൻസ് 100 താഴെ ഉണ്ട്, മേളിൽ 10⁻⁻4 മോൾ എന്നാണ്. ഓക്കെ, എത്രയും വേഗം ചെയ്യുക, എന്നിട്ട് ആൻസർ പറയുക. വേഗമാവട്ടെ. എത്രയും വേഗം ചെയ്യുക. അതുൽ ഓപ്ഷൻ 3, അലീന ഓപ്ഷൻ സി. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഒക്കെ പറയാം. നവീൻ ഓപ്ഷൻ ബി. ഓക്കെ, ശ്രീവിച്ചു ഓപ്ഷൻ 3. നിത്യ ഓപ്ഷൻ 3. ഓക്കെ, ആയിക്കോട്ടെ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, പിന്നെയും വെയിറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. ഓക്കെ, ഗൗരി, ജിനു ഒക്കെ ഓപ്ഷൻ 3 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണോ നമുക്ക് നോക്കാം. എവിടെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 19. Which one of the following on heating the electrical conductivity decreases? Electrical conductivity decrease ചെയ്യുന്നത് ഇത് ഏത് കേസിലെന്നാണ്? So this is purely from NCERT. First option, iron. Iron is a metal. Electrolytic conduction increases with increase in temperature, but metallic conduction decreases with increase in temperature. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കണം. ഇതെങ്ങനെയെന്നല്ല, നിങ്ങൾ എന്തുകൊണ്ട് മെറ്റലുകളിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ഷൻ കുറഞ്ഞു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാനുള്ള സമയമല്ല. അത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ജർമേനിയം ഗാലിയം. എന്താ ജർമേനിയത്തിൻ്റെ പ്രത്യേകത? ജർമേനിയത്തിൽ ഗാലിയം ഡോപ്പ് ചെയ്തിട്ടില്ല. ജർമേനിയം ഗാലിയം. അപ്പോൾ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 13 എലമെൻറ്റ്സ്. അലുമിനിയം, സിലിക്കൺ, ജർമേനിയം. അപ്പോൾ ജർമേനിയം ഗ്രൂപ്പ് 13 എലമെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ആളാരാ? കാർബൺ, സിലിക്കൺ, ജർമേനിയം അവിടെ ഇടുന്നുണ്ട് അല്ലേ? മറ്റത് അലുമിനിയം, സിലിക്കൺ, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പോൾ ഇത് 13ഉം 14ഉം ആണ്. അപ്പോൾ സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ഷൻ കൂടുമെന്നാണ്. അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി VO. അപ്പോൾ അതിൽ ഓപ്ഷൻസ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. VO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനേഡിയത്തിൻ്റെ ഓക്സൈഡ്. അവർ മെറ്റലുകളെ പോലെ ബിഹേവ് ചെയ്യും എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ബുക്കിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ രണ്ട് പാരഗ്രാഫ് ഉണ്ട്. സെമി കണ്ടക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കണം. ReO3 ഒക്കെ ഉണ്ട് അവിടെ. മെറ്റാലിക് കോപ്പറിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓൺ ഹീറ്റിംഗ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് അയൺ കിടപ്പുണ്ട്, ജർമേനിയം ഗാലിയം കിടപ്പുണ്ട്, വനേഡിയം ഓക്സൈഡ് കിടപ്പുണ്ട്. ആക്ച്വലി ഇതിൽ ഇതിനകത്ത് അയൺ ആണെങ്കിൽ ഡിക്രീസ് ചെയ്യും,
ജെർമേനിയം ഗാലിയം ആണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, VO മെറ്റൽസിനെ പോലെയാണ് അവിടെ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ കറക്റ്റായി കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ എന്നുള്ള രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. The radius of an atom of an element is 500 picometer. If it crystallizes in a face-centered cubic lattice, the length of the side of the unit cell is. Face-centered ആണ്, റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പം FCC ആണെങ്കിൽ എന്താ പ്രത്യേകത? 4R = √2a. അപ്പോൾ നിങ്ങൾക്ക് R അറിയാം, നിങ്ങൾക്ക് A കണ്ടുപിടിക്കാം. ഞാൻ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്രയും വേഗം നിങ്ങളുടെ ആൻസേഴ്സ് പറയാം. Class 12 Chemistry Part 1. ഞാൻ NCERT ബുക്ക് എടുത്തതാണ്. NCERTയിൽ Chapter 1 അതിനകത്ത് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. നമുക്ക് ഇപ്പം തന്നെ തീർക്കാം. നിങ്ങളുടെ ആൻസേഴ്സ് എത്രയും വേഗം ഇട്ടു തുടങ്ങിയോ? ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന 1-2 സെൻറ്റൻസ് ഒന്ന് വായിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. Certain other oxides like VO, VO2, VO3 and TiO2 show metallic. അതെ, മെറ്റാലിക്. അപ്പോൾ അങ്ങനെയല്ല, എനിക്ക് ഇനി മെറ്റാലിക് പ്രോപ്പർട്ടി ഇനി സെമി കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി എന്നാണോ ടെക്സ്റ്റ് ബുക്കിൽ ഇരിക്കുന്ന കൺഫ്യൂഷൻ തോന്നിയതാണ്. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു കറക്റ്റ്. അതിനകത്ത് കറക്റ്റ് ആൻസർ പറയാൻ പറ്റത്തില്ല. എവിടെ നിങ്ങളുടെ ആൻസേഴ്സ്? എവിടെ? നിങ്ങളുടെ ആൻസേഴ്സ് എവിടെ പോയി? Abdul option 3, Vaishnavi option 3, Minnu option 3, Gayatri option 3, Vinayak option 1. The right answer is option 3. Okay, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. ഒരു യൂട്യൂബ് ലൈവ് നടക്കുകയാണ്. ഞാൻ അല്പം കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ശരി, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കുറച്ചുകൂടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എത്രയും വേഗം ചെയ്ത ആൻസേഴ്സ് പറയണം. സോ നമുക്ക് മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 21 എത്തണം അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 21. The heating of lithium with LiCl crystal makes it. ഓക്കെ, കളറാണ്. എത്രയും വേഗം ആൻസേഴ്സ് പറയും. ഡു ഇറ്റ് ഫാസ്റ്റ്. എത്രയും വേഗം ആൻസേഴ്സ് പറയും. നമ്മുടെ ചാറ്റ് എപ്പോഴാണ് ഇവിടെ എത്തണമെന്നുള്ളതാണ്. Brahmadattan option 3 is yellow. LiCl. LiCl. Okay. Nandana option 3. Naveen option 1 pink. Okay. The simple question allada. Simple question. എന്താണ്? നിത്യ ഓപ്ഷൻ 1, ഗൗരി ഓപ്ഷൻ 1. ഓക്കെ, നിങ്ങൾക്ക് എന്തറിയാം? NaCl സോഡിയത്തിൻ്റെ വേപ്പറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളർ, LiCl ലിഥിയം വേപ്പറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ പിങ്ക് കളർ, KCl പൊട്ടാസ്യം വേപ്പറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1.
Option 1 is the right answer. Okay. Alina. Okay. ഇനിയൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ NCERT ബുക്ക് പഠിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കണം. ഓക്കെ, കീർത്തന ഓപ്ഷൻ 1 ആയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് സാർ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22. 30 ദിവസം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും 30 ദിവസം ചെയ്തിട്ട് നിർത്തുന്നുള്ളൂ. Question number 22. Distance between Na plus and Cl minus ions in salt state NaCl is 280 picometer. The edge length of the ion cell is. ഇത് ആക്ച്വലി ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്. JEE മെയിൻ എഴുതുന്നവർക്ക് മാത്രമാണ് ആക്ച്വലി ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഞാൻ NaCl സ്ട്രക്ചർ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഒന്നും സമയമില്ല. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇതാ ഈ കാണുന്നത് ഇവർ രണ്ടുപേർ, പിന്നെ നടുക്കത ഒരാൾ. ഇത് Cl മൈനസ് ആണ്, അതുപോലെ ഇത് Cl മൈനസ് ആണ്. അപ്പം നടുക്ക് Na പ്ലസ് ആയിരിക്കും. ഇതാണ് NaCl ക്രിസ്റ്റലിൻ്റെ ഒരു എഡ്ജ്. ഒരു എഡ്ജിൽ ഇതാ ഒരു കോർണറിൽ Cl മൈനസ്, അടുത്ത കോർണറിൽ Cl മൈനസ്, ഇടയ്ക്ക് Na പ്ലസ് ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇയാളുടെ റേഡിയസ് R, ഇത് റേഡിയസ് ഓഫ് ദി ആനയോൺ ആണ്. ഇതും റേഡിയസ് ഓഫ് ദി ആനയോൺ ആണ്. ഇത് റേഡിയസ് ഓഫ് ദ കാറ്റയോൺ, ഇത് റേഡിയസ് ഓഫ് ദ കാറ്റയോൺ. അപ്പോൾ എന്ത് കിട്ടും? ഇത് മൊത്തമാണ് എഡ്ജിൻ്റെ ലെങ്ത് A. A is equal to 2 into radius of the anion plus the 2 into radius of the cation. അഥവാ A is equal to 2 into radius of the anion plus radius of the cation ആണ് ഇതിൻ്റെ ഐഡിയ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ എന്താണ് അതിനുള്ളത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Na പ്ലസ് ആൻഡ് Cl minus ions in salt state NaCl is 280 picometer. ഒന്ന് വന്നേ, ഈ കാണുന്ന Cl മൈനസിനും Na പ്ലസിനും ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 280 പൈക്കോമീറ്റർ തന്നിരിക്കുന്നത്. സോ എഡ്ജ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് RA പ്ലസ് RC, റേഡിയസ് ഓഫ് ദി ആനിയോൺ പ്ലസ് റേഡിയസ് ഓഫ് ദി കാറ്റയോൺ ആണ് തന്നിട്ടുള്ളത്. അതേ ഇൻറ്റു 2 വിൽ ഗിവ് യു the edge length A. അപ്പോൾ A is equal to 2 into radius of the anion plus radius of the cation. മനസ്സിലായി എന്ന് സാർ പ്രതീക്ഷിക്കുന്നു ഇല്ലേ? ഉണ്ടാവും. എങ്ങനെ അറിയും? നിങ്ങൾ യൂട്യൂബിലും ഞാൻ ഇവിടെയും. അപ്പോൾ നമുക്ക് ആയിക്കോട്ടെ. അപ്പോൾ സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 560 പൈക്കോമീറ്റർ എന്ന് വരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23. The length of a unit cell edge of a body-centered cubic metal crystal is 352 picometer. The radius of the metal is. Okay, very simple. BCC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4R is equal to √3A ആണ്. അപ്പോൾ A ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ല, A തന്നിട്ടുണ്ട്, R ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. എത്രയും വേഗം ചെയ്യുക, ആൻസർ പറയുക. എത്രയും വേഗം ചെയ്യുക, ആൻസർ പറയുക. വേഗമാവട്ടെ. അപ്പം നാളെ മുതൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓർഗാനിക് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി ഓൾമോസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒഴികെയുള്ള ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്തു. ഇനി ഓർഗാനിക് കെമിസ്ട്രിയാണ് നാളെ മുതൽ. അപ്പോൾ ക്രാഷിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ ഫോൺ നമ്പർ ഉണ്ടാവും, 9747573300. അപ്പോൾ വളരെ ചെറിയൊരു ഫീസിലാണ് നമ്മൾ ക്രാഷ് പഠിപ്പിക്കുന്നത്. ക്രാഷ് 2000 rupees എൻ്റെ ഫീസ്. അപ്പോൾ നീറ്റിന് തയ്യാറെടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ക്ലാസ്സിന് വേണ്ടിയിട്ട് വിളിക്കാം. പിന്നെ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് എടുക്കാറ്. ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ വരുന്നുണ്ടാവും. പിന്നെ യൂട്യൂബിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. എപ്പോഴും സമയം കിട്ടാറില്ല, സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ വരാം. അപ്പോൾ ഒരു ചെറിയ ഫീസിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം. ഓക്കെ, പരസ്യം പറയുന്നതല്ല. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി ആൻസേഴ്സ് എത്തിയോ? ആൻസേഴ്സ് നവീൻ ആൻസർ 1 പറഞ്ഞതാണോ? അതിൽ ഓപ്ഷൻ 1 അത് നേരത്തെ പറഞ്ഞായിരിക്കും അല്ലേ? അതെ. ക്വസ്റ്റ്യൻ നമ്പർ 23 ആൻസർ വേഗം പറയൂ.
Adul option 2, Alina option C, Anita option 1, Gauri option C, Minnu option 2, Vishal option 2. So അപ്പോൾ നിങ്ങൾ എന്നെ കൺഫ്യൂസ്ഡ് ആക്കിയല്ലോ മക്കളെ. 4r is equal to root 3a. ഓക്കെ, root 3a. 4r is equal to root 3a. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. അപ്പോൾ എവിടെയോ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടാവാം മറ്റുള്ളവർക്ക്. ടെൻഷൻ്റെ ആവശ്യകതയില്ല, വീണ്ടും ട്രൈ ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 24. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ സിലിക്കൺ ഈസ് ഡോപ്ഡ് വിത്ത്. ഓക്കെ, സോ ഞാൻ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. നിങ്ങൾക്കറിയാം എന്താണ്, നമുക്ക് എത്രയും വേഗം പറയാം. പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടണമെങ്കിൽ ഏത് ഗ്രൂപ്പുമായിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആരുമായിട്ട് ഡോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എത്രയും വേഗം ആൻസർ പറയൂ. സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു, വേഗാവട്ടെ. അലീന ഓപ്ഷൻ ബി, ബ്രഹ്മദത്തൻ ഓപ്ഷൻ 3, വിശാൽ ഓപ്ഷൻ 2, മിന്നു ഓപ്ഷൻ 2, ഗൗരി ഓപ്ഷൻ ബി. ആയിക്കോട്ടെ. അപ്പോൾ ദ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഒബ്റ്റൈൻഡ് വെൻ സിലിക്കൺ ഈസ് ഡോപ്ഡ് വിത്ത് എന്നാണ്. സിലിക്കൺ ആരാണ്? ഗ്രൂപ്പ് 14 എലമെൻ്റ് ആണ്. ഗ്രൂപ്പ് 14 എലമെൻറ്റ്. ഗ്രൂപ്പ് 14 എലമെൻറ്റുകളെ ഗ്രൂപ്പ് 15മായി ഡോപ്പ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 15ൻ്റെ ഏറ്റവും മേലുള്ള എലമെൻറ്റിൻ്റെ നെയിം എന്താണോ ആ ടൈപ്പ് കിട്ടും. അത്രയേ ഉള്ളൂ. അതാണ് എളുപ്പത്തിൽ ഓർക്കുക. ഗ്രൂപ്പ് 15നുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ, ഗ്രൂപ്പ് 15ആയിട്ട് ഡോപ്പ് ചെയ്യാൻ മീൻസ് ഗ്രൂപ്പ് 15 ആദ്യ എലമെൻറ്റ് നൈട്രജനാണ്. അപ്പം എൻ ടൈപ്പ് എന്ന് നിങ്ങൾക്ക് ഓർക്കാം. ഗ്രൂപ്പ് 13നുമായിട്ടാണ് ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ പി ടൈപ്പ് കിട്ടും. സോ നിങ്ങൾക്ക് ആൻസേഴ്സ് വീണ്ടും ഇടാം. വേഗാവട്ടെ. ഗൗരി ഓപ്ഷൻ 1. ഗായത്രി ഓപ്ഷൻ 1. ഓക്കെ, ശരി. അപ്പം ഞാൻ വീണ്ടും നിന്ന് സമയം കളയുന്നില്ല. മുന്നോട്ട് പോവാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Adul option 1. Okay. Next question is question number 25. Zinc oxide on heating changes to yellow. This is because I am waiting for your answer. എത്രയും വേഗം. Zinc oxide on heating changes to yellow. This is because. ആൻസേഴ്സ് ഒന്നും വന്നില്ലല്ലോ, വേഗാവട്ടെ മക്കളെ. ഓക്കെ, NaCl സോഡിയവുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ മിന്നു ഓപ്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്, അലീന ഓപ്ഷൻ 3. ഓക്കെ, അപ്പോൾ ലാഗ് കാരണമായിരിക്കും ഒരു പക്ഷേ ഓപ്ഷൻസ് ഇവിടെ എത്താൻ വൈകുന്നത്. ആയിക്കോട്ടെ. ശ്രീവിച്ച് ഓപ്ഷൻ 3, ഗൗരി ഓപ്ഷൻ 3, ബ്രഹ്മദത്തൻ ഓപ്ഷൻ 1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എന്നാണ്, ആൽക്കലി മെറ്റൽ ഹാലൈഡുകളെ ആൽക്കലി മെറ്റലിൻ്റെ വേപ്പറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആനിയോൺ വേക്കൻസി ഡിഫക്റ്റാണ്. ആ ആനിയോൺ വേക്കൻസി ഡിഫക്റ്റ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി, അതോടെയും കളർ കിട്ടുന്നുണ്ട്. സോ NaCl യെല്ലോ കളർ കിട്ടുന്നുണ്ട്. അതുപോലെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി ഉണ്ട്. ആ കാറ്റയോൺ വേക്കൻസിയിലാണ് നമ്മൾ സിങ്ക് ഓക്സൈഡിനെ ചൂടാക്കുമ്പോൾ Zn2+ പോകുന്നതും നൈബറിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി സൈഡിലേക്ക് ഇലക്ട്രോണുകളെ ക്യാപ്ചർ ചെയ്യപ്പെടുന്നതും അവർ കളർ കാണിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളർ ആവാൻ കാരണം ട്രാപ്ഡ് ഇലക്ട്രോൺസ് ആണ്. അഥവാ ഇവിടെ ട്രാപ്ഡ് ഇലക്ട്രോൺസ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മെറ്റൽ എന്താണ്
ഓക്സൈഡ് ഷോസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസിയാണ്. അപ്പോൾ ഞാൻ തിയറി ക്വസ്റ്റൻസ് കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ പഠിക്കണം തിയറിയൊക്കെ, എങ്കിലാണ് കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. നീറ്റ് എക്സാമിനേഷന് ചോദിക്കുന്ന 45 ക്വസ്റ്റ്യനുകളിൽ മാക്സിമം 8 എണ്ണം മാത്രമായിരിക്കും പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി ക്വസ്റ്റനിലൂടെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് തിയറി ക്വസ്റ്റൻസ് ചെയ്യുന്ന സെഷൻസ് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ number 26. Question number 26. In a mixed oxide of A and B, the atoms A occupy all the corners and B at alternate phase centers. The molecular formula of the oxide is. Question നന്നായിട്ട് വായിച്ചോളുക. ഒരു മെറ്റൽ ഓക്സൈഡ് ഉണ്ട്, എയും മെറ്റൽ ഓക്സൈഡ് in a metal oxide of A and B, the atoms A occupy all the corners and B at alternate phase centers. A എവിടെ all the corners, B എവിടെ alternate phase centers. ഓക്സൈഡ് ഉണ്ട്, അപ്പോൾ ഓക്സൈഡ് എവിടെ, അതുകൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് നോക്കിക്കോളൂ. ഓക്കെ, എ എന്താണ് all the corners, അപ്പോൾ എയുടെ എണ്ണം 1 അല്ലേ. ബി എവിടെ, ബി alternate phase centers. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ. ഓക്കെ, എന്താ പഠിപ്പിക്കേണ്ടത്? അപ്പോൾ ഇതൊരു എന്താണ് സിമ്പിൾ ക്യൂബാണ്. മെറ്റൽ ഓക്സൈഡുകൾ ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ അത് പറഞ്ഞു തരേണ്ടിയിരുന്നു. O2 മൈനസ് FCC ഫോം ചെയ്യും എന്നും കൂടെ പറഞ്ഞാൽ ഇത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ O2 മൈനസ് എവിടെയൊക്കെ വരും? O2 മൈനസ് എല്ലാ കോർണറിലും ഫേസിൻ്റെ സെൻറ്ററിലും വരും. പക്ഷേ എല്ലാ കോർണറുകളിലും ആര് കയറിയിരിക്കുകയാണ്? എ. അപ്പോൾ എയുടെ എണ്ണം 1 ആയി. ഇനി ബി എവിടെ? ബി ഓൾട്ടർനേറ്റ് ഫേസ് സെൻറ്റേഴ്സിലാണ്. ഇതൊരു ഫേസ് സെൻറ്റർ ആണ്. ആ ഫേസിൻ്റെ സെൻറ്ററിൽ ബി ഇരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതാണ് ഓൾട്ടർനേറ്റ് ഫേസ്, ഇനി ഇത്, പിന്നെ ഇത്. അപ്പോൾ ഇനി ഓൾട്ടർനേറ്റ് ഫേസ് വേറെ ഇല്ല, ഒന്നിടവിട്ടുള്ള ഫേസുകൾ. ഓക്കെ, കാരണം ബാക്കിയെല്ലാം നൈബറിങ് ആയിട്ടുള്ള ഫേസുകളാണ്. ഇപ്പോൾ 2 ഓൾട്ടർനേറ്റ് ഫേസ് ആണ് ഒരു ക്യൂബിൽ വരിക. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഇത് നൈബറിങ്, ഇത് നൈബറിങ്, പുറകിൽ നൈബറിങ്, മുമ്പിൽ നൈബറിങ്. ഇത് മാത്രമാണ് ഓൾട്ടർനേറ്റ് ഫേസസ്. ഒരു ഫേസിൽ 1/2, അപ്പോൾ 1/2 × 2 അത് 1 തന്നെ. അപ്പോൾ A1 B1. ഇനി O എവിടെ? O ഇപ്പോൾ 2 എന്താണ് ഫേസിൻ്റെ സെൻറ്ററിൽ ആരിരിപ്പുണ്ട്? ബി ഇരിപ്പുണ്ട്. എല്ലാ കോർണറിലും എ ഇരിപ്പുണ്ട്. ഇനി O എവിടെ ഇരിക്കും? ബാക്കിയുള്ള ഫേസിൻ്റെ സെൻറ്ററിലിരിക്കും. അതാണ് FCCയുടെ പ്രത്യേകത. അപ്പോൾ ബാക്കിയുള്ള ഫേസ് സെൻറ്ററുകൾ എത്ര എണ്ണം ഉണ്ട്? ഒരു ഫേസിൻ്റെ സെൻറ്ററിൽ 1/2, ബാക്കിയുള്ള ഫേസുകളുടെ എണ്ണം 4. 1/2 × 4 എന്ന് പറയുന്നത് 2. അങ്ങനെയാണെങ്കിൽ ഫോമിൽ എന്ത് കിട്ടും? എ ഉണ്ട്, ബി ഉണ്ട്, O 2 എണ്ണം ഉണ്ട്. അപ്പോൾ AbO2 ആയിരിക്കും അതിൻ്റെ ഫോമുല. ഒരിക്കൽ കൂടെ പറയാം, ഇതിനകത്ത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നന്നായിട്ട് പറയണമായിരുന്നു. ഇതിനകത്ത് ഇൻ എ മിക്സഡ് ഓക്സൈഡ് ഓഫ് A and B, the atoms A occupy all the corners and B at the alternate phase centers. ഓക്കെ, അപ്പോൾ ഇത് മിക്സഡ് ഓക്സൈഡ് ആണ്. എയുടെയും ബിയുടെയും ഓക്സൈഡിൻ്റെ മിക്സറാണ്. മിക്സഡ് ഓക്സൈഡുകളിൽ ഓക്സൈഡുകൾ FCC ഫോം ചെയ്യും. പക്ഷേ അപ്പോൾ എല്ലാ കോർണറും എല്ലാ ഫേസിൻ്റെ സെൻറ്ററിലും ഇയാളാണ് വരേണ്ടത്, ഓക്സിജനാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ക്വസ്റ്റനിൽ പറയുന്നു എല്ലാ കോർണറിലും എ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ കൊടുത്തു. ഓൾട്ടർനേറ്റ് ഫേസ് സെൻറ്ററിൽ ബി ഉണ്ട്, അവിടെ ഞാൻ ബി കൊടുത്തു. ബാക്കിയുള്ള ഫേസ് സെൻറ്ററുകളാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ 4 ഫേസ് സെൻറ്റർ ബാക്കിയുണ്ട്. ആ 4 എണ്ണത്തിൽ ഓക്സിജൻ കയറിയിരിക്കുന്നു. അങ്ങനെ ഫോമിൽ എന്താവും? എല്ലാ കോർണർ 1, ഓൾട്ടർനേറ്റ് ഫേസ് സെൻറ്റർ 1/2 × 2 അത് 1. പിന്നെ എവിടെയാണ് ബാക്കിയുള്ള ഫേസ് സെൻറ്റർ? 1/2 × 4 അത് 2. അപ്പോൾ AbO2 എന്ന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് സാറിൻ്റെ പ്രതീക്ഷ. സാർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്, ഓപ്ഷൻ 2. ഇനി 4 ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സെഷൻ അവസാനിക്കും. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. ഇൻ എ കോമ്പൗണ്ട് ഓഫ് A and B, the lattice is made up of B atoms. Okay, lattice ഉണ്ടാക്കിയത് B. A atom occupy 50% available octahedral and 50% available tetrahedral void. The percentage number of A in the compound is. കണ്ടുപിടിക്കാൻ വരൂ. A ഉണ്ട്, B ഉണ്ട്. ലാറ്റിസ് ഈസ് മെയ്ഡ് ബൈ ബി. ഈ ഒക്ടാഹൈഡൽ ടെട്രാഹൈഡൽ വോയിഡുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾ FCC നിന്ന് എടുത്തോളൂ. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബിയുടെ എണ്ണം നിങ്ങൾക്ക് 4 എന്ന് എടുക്കാം. ഇനി എ എവിടെ?
A 50% of that octahedral void. Octahedral void, tetrahedral void. Octahedral voidകളുടെ എണ്ണം 4ഉം ടെട്രാഹൈഡ്രൽ വോയിഡിന്റെ എണ്ണം 8ഉം ആണ്. കാരണം 4 പാർട്ടിക്കിൾ ആണെങ്കിൽ 4 ഒക്ടാഹൈഡ്രൽ വോയിഡ്, 8 ടെട്രാഹൈഡ്രൽ വോയിഡ്. ആയിക്കോട്ടെ. ഇനി എന്താ എനിക്ക് പറയാനുള്ളത്? ഇതിന്റെ 50%, അപ്പോൾ ഇത് 2 കാണും. ഇതിന്റെ 50%, അപ്പോൾ ഇത് 4 കാണും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6 കാണാം. അപ്പോൾ A6B4 അഥവാ A3B2 ആണ് ഫോർമുല. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഞാൻ ബോർഡിൽ ഇത് കാണിച്ചില്ല അല്ലേ? ഓക്കെ. എന്താണ്? ബി FCC ഫോം ചെയ്തു. അപ്പോൾ ബി രണ്ടെണ്ണം 4, ഒക്ടാഹൈഡ്രൽ വോയിഡ് 4, ടെട്രാഹൈഡ്രൽ വോയിഡ് 8. അതിൻ്റെ 50% 50% തന്നെയാണോ? അതെ. അവൈലബിൾ ഒക്ടാഹൈഡ്രൽ ആൻഡ് 50% ഇത് അവൈലബിൾ ടെട്രാഹൈഡ്രൽ വോയിഡ്. ഓക്കെ. അപ്പോൾ ഇത് എഴുതി എന്നിട്ട് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. അപ്പോൾ A6B4 കിട്ടി. എൻ്റെ ഫോർമുല A3B2. ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ പെർസെൻറ്റേജ് നമ്പർ ഓഫ് എ. സോ പെർസെൻറ്റേജ് നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ. മൊത്തം ഇവർ 5 പേരുണ്ട്. അതിൽ 3 × 100 വിൽ ഗീവ് യു ദ എന്ത് കിട്ടും? എത്ര കിട്ടും? എത്രയും വേഗം പറയാം. 3/5 × 100. ഓക്കെ സാർ, വെയിറ്റ് ചെയ്യാം. എത്രയും വേഗം പറയാം. വിച്ച് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ? അതിൽ ഓപ്ഷൻ 3, അലീന ഓപ്ഷൻ സി, മിന്നു 60%. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻസ് 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വരൂ. ക്വസ്റ്റ്യൻ നമ്പർ 28. Question number 28. An element with atomic mass 250 forms a unit cell having edge length 3.86 angstrom and the density 7.2 gram per centimeter cube. The lattice suitable for it will be. Okay. So, നമുക്കറിയാം rho is equal to z into m divided by a cube തന്നെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? rho is equal to z into m divided by a cube തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും നമ്മുടെ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് പറയുക. ഇസഡ് കണ്ടുപിടിക്കൂ. റോ ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം ഡിവൈഡ് ബൈ എ ക്യൂബ് എന്നെ. വേഗം ആവട്ടെ. ഓപ്ഷൻസ് എത്തിയില്ലല്ലോ. വേഗാവട്ടെ. ന്യൂമറിക്കൽസ് ഒക്കെ എന്താണ് ചെയ്ത് പ്രാക്ടീസ് ആയെങ്കിൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ. ഇസഡ് എത്ര കിട്ടണു എന്നുള്ളതാണ്. ഇസഡ് കണ്ടുപിടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് കിട്ടും. കുറേ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാൻസലായി പോകും. അലീന 2 എന്നാണോ കിട്ടിയത്? അലീന ഓപ്ഷൻ 1 ആയി. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി സമയം ഇല്ല എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിൾ ക്യൂബ് എന്നാണ് കിട്ടുക. ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ബാക്കിയെല്ലാം ക്യാൻസലായി പോകും. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29.
The number of short key defects per mole of NaCl is approximately എന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ഷോർട്ട് കീ ഡിഫക്ട്സ്. അപ്പം നമ്പർ ഓഫ് ഷോർട്ട് കീ ഡിഫക്ട്സ് എപ്പോഴും എക്സാം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് ഷോർട്ട് കീ ഡിഫക്ട്സ് നമ്മൾ NaCl എടുത്തു കഴിഞ്ഞാൽ there is one defect per 10⁻16 ions എന്നാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. 1 defect per 10⁻16 ions. അപ്പോൾ 10⁻16 ions എടുത്താൽ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുമെങ്കിൽ ഒരു മോളിൽ 6 × 10⁻23 എത്ര ഡിഫക്റ്റ് ഉണ്ടാവും? വെരി സിമ്പിൾ. 10⁻16 × x ഈക്വൽ ടു 6 × 10⁻23 അഥവാ x is equal to 6 × 10⁻7. വെരി സിമ്പിൾ. പഠിച്ചിട്ടുണ്ട്. NCERT ബുക്കിൽ 1 ഡിഫക്റ്റ് per 10⁻16 ions ഉണ്ട്. NCERT ബുക്കിൽ ഇങ്ങനെയാണ്. There are 10⁻6 short key defect in per 10⁻22 ions ആണ്. റേഷ്യോ എടുക്കുമ്പോൾ 1:10⁻16 വരും. അതിനെയാണ് നമ്മൾ ഈ ഐഡിയയിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത്. And now we are moving to the last question of this session. In a compound of A and B, A atoms occupy 66.66% of tetrahedral voids. 66.66 means 2/3. Whereas B atoms form the lattice. The formula of the compound is. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പം ഞാൻ തന്നെ ചെയ്ത് കാണിച്ചിട്ട് നിർത്താം. നമുക്ക് A occupy എന്നാണ്. മറ്റത് വോയിഡ് ഉള്ളെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് 8 ആണ്. അതിൻ്റെ 2/3 അല്ലേ? അപ്പോൾ 16/3 ആണ് A. B എത്ര എണ്ണം? B ഫോംസ് ദ ലാറ്റിസ്. അപ്പോൾ ബിയുടെ എണ്ണം 4. ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ A 16, B 12 എന്ന് കിട്ടും. അഥവാ A4B3 എന്ന് കിട്ടും. A4B3 ഓപ്ഷൻ ഉണ്ടായിരുന്നോ? ഓപ്ഷൻ ഉണ്ടായിരുന്നു. A4B3 is the third option. ഓക്കെ. യെസ്. അപ്പോൾ നമ്മുടെ എന്താണ് യൂട്യൂബ് സെഷൻ നമ്മൾ ഇന്നത്തത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 6 മണിക്ക് 6:15 തുടങ്ങിയതാണ്. 8:17 വരെ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട്. അതെ, ഓപ്ഷൻ 3 തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് എന്നോടൊപ്പം പഠിച്ച എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു ലൈവ് സെഷനിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.